ഏകനന്ദം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവൽഭാതി സാക്ഷാൽ ഗുരുപവനപുരേഹം ഭാഗ്യം ജനാനാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. വലിയൊരു സന്തോഷത്തിലാണ്, ആനന്ദത്തിലാണ് ഗുരുവായൂർ വരിക എന്ന് പറഞ്ഞാൽ. ഗുരുവായൂരിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കുക, അതാണ് പ്രധാനം. ഗുരുവായൂരക്കടെ തെക്കുകൂടെ വന്ന് കിഴക്കായാലും തെക്കായാലും പടിഞ്ഞാറായാലും വടക്കായാലും 4 ഭാഗത്തും 4 ശിവക്ഷേത്രങ്ങളാണ്. 108 ശിവാലയങ്ങളിലെ 4 ശിവാലയങ്ങൾ. അതായത് ഗുരുവായൂർക്ക് കടക്കുമ്പോൾ ആദ്യം ചൊല്ലേണ്ട മന്ത്രം ഓം നമഃശിവായ. ഗുരുവായൂർ തൊഴാനുള്ള എളുപ്പവിദ്യ ഭസ്മം തൊടുക, ഓം നമഃശിവായ ചൊല്ലി അമ്പലത്തിലാ ചെന്നാൽ സുഖമായിട്ട് കയറി തൊഴാം. ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാമവും ഓം നമഃശിവായ. ഈ പഞ്ചാക്ഷരത്തെക്കുറിച്ച് ചിന്തിക്കുക. അമ്പലങ്ങൾ പിന്നെ ഞാൻ പറയണ്ടല്ലോ. കിഴക്ക് ചൊവ്വലൂർ മഹാദേവ ക്ഷേത്രം, അവിടെ തിരുവാതിര അടിച്ച് പൊളിച്ച് നടക്കണം ഗംഭീരമായി. തെക്ക് ഫെബ്രുവരി 1 മുതൽ മഹാരുദ്രം അവിടെയും തുടങ്ങാൻ പോകുന്നു. പെരുന്തട്ട മഹാദേവ ക്ഷേത്രം, പടിഞ്ഞാറ് പേരകം മഹാദേവ ക്ഷേത്രം, വടക്ക് ഇന്ന് നാം ഇവിടെ ഇരുന്നു കൊണ്ട് കുറച്ചു നേരം ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യവൃന്ദം. മനസ്സിന് സമാധാനം എന്ന് പറഞ്ഞതേ ഇല്ല. ഭാഗവതം വായിക്കേണ്ടത്, ആരോഗ്യവും വായിക്കേണ്ടത്, നാമങ്ങൾ ചെല്ലേണ്ട ഒക്കെ ഉണ്ടെങ്കിലും ക്ലേശം കൂടി വരുന്നു, ഭയം കൂടി വരുന്നു, ആഗ്രഹങ്ങൾ കൂടി വരുന്നു. എവിടെയോ ഒരു നിയന്ത്രണമില്ലാത്തൊരു പോക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിയന്ത്രണമില്ലാത്തൊരു പോക്ക് അത് വലിയ അപകടമാണ്. അതുകൊണ്ട് ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. എത്ര കോപം വന്നാലും ഒരൊറ്റ നാമം ചൊല്ലിയാൽ മതി, അത് അപ്പൊതുങ്ങും. വേറെ ഒരു നാമം ചൊല്ലിയാൽ ഒതുങ്ങില്ല. പക്ഷെ ഒരു നാമം ചൊല്ലിയാൽ കോപം അപ്പൊതുങ്ങും. നോക്കിക്കോളൂ, പരീക്ഷിച്ചോളൂ. ശുദ്ധിയോടുകൂടി, മനഃശുദ്ധിയോടുകൂടി, ശരീരശുദ്ധിയോടുകൂടി ഈ നാമങ്ങൾ ചൊല്ലിയാൽ അറിയാതെ കോപം തനിയെ പോകുന്ന കാണാം. വീട്ടിൽ തല്ലൂട്ടുണ്ടാവുമ്പോൾ പേടിക്കൊന്നും വേണ്ട, ഒരാളെങ്കിലും നാമം ചൊല്ലാൻ പഠിക്കുക. അതാണ് നാമങ്ങളിൽ ആദ്യം ചൊല്ലേണ്ട നാമമാണ് ഓം നമഃശിവായ. എവിടുന്നേ തുടങ്ങുള്ളൂ? ശിവനിൽ നിന്നേ തുടങ്ങുള്ളൂ. കുളി കഴിഞ്ഞാലും അതെ, പൂജാരി ആയാലും കൊള്ളാം, മറ്റേത് പണിയെടുക്കുന്നവരായാലും കുളിച്ച് ഭസ്മം തൊടാതെ കണ്ട കർമ്മത്തിലേക്ക് ഇറങ്ങാനേ പാടില്ല. കാലത്ത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, രോഗം വരാണ്ടിരിക്കാട്ടോ. കാലത്ത് നേരത്തെ എഴുന്നേൽക്കാം. ഞാൻ വയസ്സാവും തോറും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. 75 വയസ്സായി. ഇപ്പോഴും ഞാൻ സപ്താഹത്തിന് നടസാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഓടിക്കളിച്ചുകൊണ്ട് നടക്കുക. ഏതൊക്കെ സപ്താഹം ഉണ്ട് അവിടെ ഓടി എത്തുന്നു, വിളിച്ചാൽ എവിടേക്കും ഓടി പോകുന്നു. ഭഗവാൻ ശബ്ദം തരുന്നു, ആരോഗ്യം തരുന്നു. ആരോഗ്യമാണല്ലോ പ്രധാനം. ഈ ശരീരത്തിനെ അവസാനം വരെ കേടുകൂടാതെ കൊണ്ടുപോകാൻ ഒരേ ഒരു മാർഗം ശിവാരാധന. അതാണ് വിഷ്ണു ഭഗവാൻ പോലും വൈകുണ്ഠത്തിൽ കിടക്കുമ്പോൾ ആ ശിവലിംഗത്തിന്റെ മോട് തൊട്ടട്ടാ കിടക്കുക.
വലത്തെ കൈ ഇങ്ങനെ ശിവലിംഗത്തിന്റെ മുള്ള. എന്തേ കാരണം? ശിവാരാധനയില്ലെങ്കിൽ എനിക്ക് പോലും എന്റെ കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലയോ മനുഷ്യവൃന്ദമേ, ഒരുപാട് ക്ലേശങ്ങളും ഒരുപാട് ദുഃഖങ്ങളും നിന്നെ വേട്ടയാടുമ്പോൾ നിന്നെ സഹായിക്കാനുള്ള ഏക മന്ത്രമാണ് പഞ്ചാക്ഷരം എന്നറിയപ്പെടുന്ന നമഃശിവായ മന്ത്രം. ഈ മന്ത്രം ആദ്യം ആരാ തന്നേന്നറിയോ? ഏത് വേദത്തിലാ, ഏത് ഗ്രന്ഥത്തിലാ പറഞ്ഞതെന്നറിയോ? മഹാരുദ്രത്തിലെ 8ാമത്തെ അനുവാദത്തിലാണ് ഓം നമഃശിവായ എന്ന് പറയുന്ന ചതുർത്ഥി അന്തത്തോടു കൂടിയ ഈ നാമം അതിലാണ് ആദ്യമായി കാണിച്ചു തന്നത്. ഇതിന്റെ പഞ്ചാക്ഷരം നമുക്ക് തന്നത് ഈ മഹാരുദ്രത്തിലെ 8ാം അനുവാദമാണ്. ആ മഹാരുദ്ര സമയത്ത് എന്നോട് എന്താ വിഷയം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വേറെ ഒന്നും പറയാനില്ല. മഹാദേവന്റെ അടുത്ത് വന്നിട്ട് വേറെ എന്ത് സ്തുതി ചെയ്തിട്ടും കാര്യമില്ല, ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുക. അപ്പൊ ഇതിന്റെ മാഹാത്മ്യം എന്താണ്? ഇതിലെ അക്ഷരങ്ങൾ എന്തിനൊക്കെ സൂചിപ്പിക്കുന്നു? ഇത് മുഴുവൻ ഒന്ന് കുറച്ച് നേരം കൊണ്ട്, അധികം നേരമൊന്നുമില്ല, ഈ സത്സംഗത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഇവിടെ വന്നാൽ ഊണും കിട്ടും, ഭക്ഷണവും കിട്ടും, എല്ലാം കിട്ടും, പ്രസാദവും കിട്ടും. കഴിച്ച് വീട്ടിൽ കുറച്ച് നേരം ഇരിക്കാൻ പാടുള്ളൂ. അധികം നേരം അമ്പലങ്ങളിലും സത്സംഗങ്ങളിലും ഇരുന്നു കൊള്ളുക. ഇനി വരാൻ പോകുന്ന കാലഘട്ടം, ഇതാ അടുത്ത വൈറസ് പുറപ്പെട്ടു എന്ന് കേൾക്കാണ്ട് അറിയില്ല, പേടിച്ചോളൂ. കാരണം ആ ശിവകോപങ്ങൾ ഉണരുമ്പോൾ അത് പല ഭാവത്തിൽ കൂടെ നമ്മുടെ അടുത്തേക്ക് എത്തും. ഒരെണ്ണം കഴിഞ്ഞ് നമ്മൾ 2 കൊല്ലം അടച്ചുപൂട്ടി വീട്ടിലിരുന്നത് അന്നത്തെ ദുഃഖം എപ്പോഴും തീർന്നിട്ടില്ല. അതിന്റെ അനന്തര ഫലങ്ങൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുക നമ്മൾ. ഒരു സപ്താഹമില്ലാതെ, ഒരു വായനയില്ലാതെ. പക്ഷെ ഞങ്ങൾക്ക് വിഷമില്ല. ഞങ്ങൾക്ക് പൂജയും വായനയായിട്ട് വീട്ടിലിരുന്നാലും ഞങ്ങൾക്ക് ഒപ്പാ. അത് ഇല്ലത്ത് വായിച്ചാലും കൊള്ളാം, പുറത്ത് വായിച്ചാലും കൊള്ളാം, രണ്ടും ഒന്നാ. കല്യാണം പോലെയായി തുടങ്ങിയിട്ട് വീടുകൾ സംശയമുണ്ടേ. അതായത് ഇപ്പൊ വിളക്ക്, എന്നാലും ഞാൻ ഒരു വീട്ടിലുണ്ടപ്പോ സന്ധ്യക്ക് വിളക്ക് എത്തിച്ചിട്ടേ ഇല്ല. അപ്പൊ ചോദിച്ചാൽ എന്താ ഇവിടെ ആരും ഇല്ല, എല്ലാവരും അമ്പലത്തിൽ പോയിക്ക. വിളക്ക് കത്തിക്കാതെ, വീട്ടിൽ വിളക്ക് കത്തിക്കാതെ, ഇതല്ല അമ്പലം പഠിപ്പിക്കുന്നത്. അമ്പലം പഠിപ്പിക്കുന്നത് അമ്പലത്തിൽ എങ്ങനെ ചെയ്യുന്നു അതേ രീതിയിൽ ഗ്രഹത്തിലും ചെയ്യണം എന്ന് പഠിപ്പിക്കുക. അതെന്റെ ചെറിയ മോഡൽ, ചെറിയ രൂപത്തിലെങ്കിലും വീട്ടിലും ചെയ്യും. ഇതൊന്നും നടക്കുന്നില്ല. കല്യാണങ്ങളിലെല്ലാം വീട്ടിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങിയതുപോലെ ഭക്തിയും അമ്പലത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോയോ എന്നൊരു സംശയം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, സംശയം. അതുകൊണ്ട് കാലത്ത് എഴുന്നേൽക്കുക, ശൗച ആചമനങ്ങൾ നിർബന്ധമായി ചെയ്യുക. ബാക്കി ഏത് നാമം ചെല്ലാനും ശൗചമില്ലെങ്കിലും പോട്ടെ നിൽക്കാം. പക്ഷേ നമഃശിവായ എന്ന് പറയുന്ന പരമശുദ്ധമായ പവിത്രമായ നാമത്തിനെ ജപിക്കണമെങ്കിൽ, അതിനെ സ്മരിക്കണമെങ്കിൽ ശൗചം അനിവാര്യമാണ്. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി. എളുപ്പമല്ല. ആന്തരിക ശുദ്ധി ഉണ്ടാക്കാൻ എളുപ്പമല്ലാത്ത, ബാഹ്യമായ ശുദ്ധി നല്ല സോപ്പിട്ട് കുളിച്ചാൽ ശരീരം വൃത്തിയായി കൂടും. പക്ഷേ ആന്തരികമായ ശുദ്ധി കൈവരിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. ഈ 11 ദിവസം ഇവിടെ ഇങ്ങോട്ട് വന്നിരിക്കുക. എന്നിട്ട് പ്രസാദൂട്ടിന്റെ അവിടേക്ക് ചെന്നിക്കരുത്, ഇവിടെ വന്ന് ജപത്തിന്റെ അടുത്തിരിക്കാം, പ്രഭാഷത്തിന്റെ അടുത്തിരിക്കാം, അമ്പലത്തിൽ തൊഴാം. എന്നിട്ട് ബാക്കിയുള്ള സമയം അവിടെ പോയി നിന്നാൽ മതി. എല്ലാവരും വന്നാൽ ആദ്യം അവിടെയാ പോയി നിൽക്കരുത്. അവിടെയുള്ള ഊണ് അവിടെ ഇരിക്കും. ഇവിടുത്തെ കഴിഞ്ഞ് പതുക്കെ ചെന്നാൽ മതി. പക്ഷെ എല്ലാ സപ്താഹത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാവരും വന്നാൽ ഊണിന്റെ അവിടെ ക്യൂ നിൽക്കും. ഇവിടെ പ്രഭാഷണം നടന്നാലും കൊള്ളാം, വായന കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട, അങ്ങനെ ആകരുത്. അതുകൊണ്ട് അമ്പലങ്ങളിൽ വന്ന് ഇവിടെ വന്നിരുന്ന് ഈ 11 ദിവസവും ജപം ഇങ്ങനെ കേൾക്കുക. അർത്ഥം മനസ്സിലാവണ്ട. വെറുതെ അങ്ങനെ ഇന്ന് ജപിക്കുമ്പോൾ ആ വേദമന്ത്രങ്ങൾ അറിയാതെ നമ്മുടെ കർണപുടങ്ങളിൽ കൂടെ നമ്മുടെ ഹൃദയാന്തരത്തിലേക്ക് ഇറങ്ങും. അതിറങ്ങുമ്പോൾ അതിന്റെ ഇതങ്ങ് തുടങ്ങും, പ്രവർത്തനം, ഉള്ളിലെ പ്രവർത്തനം തുടങ്ങും. അപ്പൊ ദേഷ്യവും കാമക്രോധാദികളാകുന്ന ശത്രുക്കൾ എല്ലാം പോയി കഴിയും. അങ്ങനെ മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് ഈ സത്സംഗത്തിലിരുന്ന് കുറച്ചു നേരം, ദിവസവും വീട്ടിലായാലും എവിടെയായാലും കുറച്ചു നേരം സത്സംഗത്തിലിരിക്കുക. എന്താ സത്സംഗം എന്നറിയോ? വീട്ടിൽ ഭാര്യയും കുട്ടികളും ഉണ്ടെങ്കിൽ അവരൊക്കെ കൂടി ഇരുന്ന് സത്സംഗം ചെയ്യാം. ഇനി അമ്പലത്തിൽ വരാൻ പറ്റില്ല, പേടിക്കൊന്നും വേണ്ട. ഭാര്യയും കുട്ടികളും കൂടി ഇരുന്നിട്ട് പറയേണ്ടത് പറയാം. കുറച്ചു നേരം ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒരു നാമം ചെല്ലുക, ഒരു കീർത്തനം ചെല്ലുക, എന്തെങ്കിലും ദൈവ കാര്യങ്ങൾ ചിന്തിക്കുക, ആധ്യാത്മികമായ കാര്യങ്ങൾ ചിന്തിക്കുക. നമുക്ക് 3 തരത്തിലാണല്ലോ ദുഃഖങ്ങൾ. ഏതൊക്കെയാ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ? ആദി ഭൗതികം, ആദി ദൈവികം, ആധ്യാത്മികം. നമുക്കുണ്ടാവുന്ന ദുഃഖങ്ങളെ മുഴുവൻ ഈ 3 തിരിക്കാം.
ആദിഭൗതികം, ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ഭയം, ദുഃഖങ്ങൾ. ആദിദൈവികം, ദേവന്മാരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ദേവാലയ ദർശനം ചെയ്യാത്തതുകൊണ്ട് ദേവന്റെ കാര്യങ്ങളിൽ മുടക്കം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ രണ്ടെണ്ണത്തിനും പരിഹാരമുണ്ട്. പക്ഷെ മൂന്നാമത്തത് എളുപ്പമല്ല. ആധ്യാത്മികം, ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഭയം. അതെപ്പോഴാ പുറപ്പെടുക എന്നറിയോ? കുട്ടിക്കാലത്ത് പുറപ്പെടില്ല, യൗവനത്തിലും പുറപ്പെടില്ല. എപ്പോഴാ പുറപ്പെടുക എന്നറിയോ? തല നിറയ്ക്കാൻ തുടങ്ങുമ്പോ ഭയം തുടങ്ങും. തിരിച്ചു പോകേണ്ട ഡേറ്റായി. ആരും ചിന്തിക്കില്ല തിരിച്ചു പോകേണ്ട ഡേറ്റായി. കർമ്മം കഴിഞ്ഞോ? ഞാൻ ചെയ്യേണ്ട പണി കഴിഞ്ഞോ? ഞാൻ എന്താ ചെയ്യേണ്ട പണി? മനുഷ്യനായി ജനിച്ച നിനക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടാൻ 3 കാര്യങ്ങൾ പ്രധാനമാണ്. ദുർലഭം ത്രയമേവേദൽ ദൈവാനുഗ്രഹകാതരം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. നല്ല സോഴ വിവേകാനന്ദ ചൂടാമണിയിലെ ശങ്കരാചാര്യകളുടെ സ്വാമികളുടെ അഭിപ്രായം, ദൈവത്തിന്റെ അനുഗ്രഹത്തിന് 3 കാരണങ്ങൾ, 3 സാധനങ്ങൾ നാം കൈവരിക്കണം. ഏതൊക്കെയാ? മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയ. ദുർലഭം ത്രയമേവേദൽ ദൈവാനുഗ്രഹകാതരം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. വെറുതെ വീട്ടിലിരിക്കുമ്പോഴേ ഓരോ പുസ്തകം എടുക്കുക, കാശ് കൊടുത്തിട്ടെ ഈ അതെന്തും സൊമാറ്റോന്ന് ഓർഡർ ചെയ്യണു, മറ്റേ ഓർഡർ ചെയ്യണമെങ്കില്ലേ അതൊക്കെ നിർത്തുക, കുറയ്ക്കുക. എന്നിട്ട് ഓർഡർ ചെയ്യേണ്ടത് ഇത് കൂടെയാ. ഈ പുസ്തകങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്യുക, പുസ്തകങ്ങൾ അലമാറയിൽ ഇങ്ങനെ നിരത്തി വെക്കുക. അപകടം വരുമ്പോൾ, വീട്ടിൽ പ്രശ്നങ്ങൾ ജനിക്കുമ്പോൾ, നാട്ടിൽ പ്രശ്നങ്ങൾ ജനിക്കുമ്പോൾ പുസ്തകങ്ങളെ, ഗ്രന്ഥങ്ങളെ എടുക്കുക. എന്നിട്ട് പകത്തിന്റെ ഒരു ശ്ലോകം അങ്ങോട്ട് നോക്കുക. ആ ശ്ലോകത്തിന്റെ അർത്ഥം അവനോട് നിശ്ചയം ആരെങ്കിലും വിളിച്ച് ചോദിക്കുക. അതിന് ആചാര്യന്മാരുടെ ഫോൺ നമ്പർ കയ്യിൽ വെക്കുക. എന്നിട്ട് വിളിച്ചു നോക്കുക. ദുർലഭം ത്രയമേവേദൽ ദൈവാനുഗ്രഹകാതരം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശയ. മനുഷ്യ, നിനക്ക് 3 ഗുണങ്ങൾ വേണം. മനുഷ്യത്വം. എന്താ മനുഷ്യത്വം? മനുഷ്യരിൽ ജനിച്ചവരല്ല. ഇന്നലെ 14 ആ തൃശ്ശൂർ 1-ാം തീയതി, ജനുവരി 1-ാം തീയതി 14 വയസ്സായ ചക്കണ ഒരുത്തനെ കുത്തിക്കൊന്നേ. എന്തേ കാരണം? മനുഷ്യത്വമില്ലവനെ. മൃഗത്വമാണ് അവനവൻ. മനുഷ്യനായി ജനിച്ചെങ്കിലും, ഇരുകാലിയായിട്ടാണ് ജനിച്ചെങ്കിലും നാൽക്കാലിയുടെ സ്വഭാവം കാണിക്കുന്നവൻ. എടുത്ത് പഠിച്ചോളൂ. നമ്മൾ പറയണ്ടല്ലോ എനിക്ക് ഭക്തി ഉണ്ടെന്ന്. ഭക്തി ഉണ്ടെന്നൊന്നും പരിശോധന നമ്മൾ ചെയ്തോളൂ. മറ്റാരെ കൊണ്ട് പരിശോധിപ്പിക്കണ്ട, സ്വയം പരിശോധിച്ചോളൂ. എനിക്ക് ഭക്തിയുണ്ടോ? ഞാൻ ജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അറിവ് നേടാനുള്ള ആഗ്രഹമാണ് മനുഷ്യത്വം. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അറിവ് നേടാനുള്ള ആഗ്രഹം ഉണ്ടാവുക. എന്ത് കണ്ടാലും അത് പഠിക്കാം. അമ്പലത്തിൽ വന്ന് ചന്ദനം തൊടുമ്പോ ചോദിക്കണം, എന്താ ഈ ചന്ദനം? ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. നമ്മൾ പായസം കിട്ടിയാൽ പ്രസാദം മേടിച്ച് കഴിച്ചോളൂ. പ്രസാദം മേടിച്ച് കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം? ഈ പ്രസാദം കഴിച്ചാൽ ദുഃഖം മാറുമോ? ഈ പ്രസാദം കഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ചോദിച്ചില്ല. അതാണ് നമുക്ക് മനുഷ്യത്വം ഇല്ല എന്ന് പറയുന്നത്. മനുഷ്യത്വം വേണം. ജ്ഞാനം ആർജിക്കാനുള്ള ആ ഭാവമുണ്ടാകുമ്പോൾ എന്തുണ്ടാകും? തനിയെ വിനയം വരുന്നു. വിനയമാണ് മനുഷ്യന്റെ മുഖമുദ്ര. വിനയാന്യുതമേവ മാന്യം യാഹി അംബരീഷപദമേവ ഭജേതി ഭൂമെന്ന് നാരായണീയത്തിലുണ്ട്. ആ അംബരീഷനോട്, ആ ദുർവാസാവിനോട് ഭഗവാൻ പറയും, എന്താ? ജ്ഞാനം തപശ്ച വിനയാന്യുതമേവ മാന്യം യാഹി അംബരീഷപദമേവ ഭജേതി ഭൂമൻ. ജ്ഞാനവും വിജ്ഞാനവും നേടിയില്ലെങ്കിൽ മനുഷ്യ, ജ്ഞാനം മൃഗങ്ങൾക്കുണ്ട്, വിജ്ഞാനം മനുഷ്യന് മാത്രമേ നേടാൻ കഴിയൂ. ഞാൻ നേടിയ ജ്ഞാനം കൊണ്ട് എങ്ങനെ ലോകത്തിനെ ഉപകരിക്കണം എന്ന് പഠിപ്പിക്കുന്ന വിജ്ഞാനം. അപ്പൊ ആദ്യത്തെ മനുഷ്യന് വേണ്ടതാണ് മനുഷ്യത്വം. അമ്പലത്തിൽ വന്നാൽ ചെരുപ്പ് ഒരു ഭാഗത്ത് ഒതുക്കി വെക്കുക. ഞാൻ എന്തേ പറയാൻ കാര്യം ഞാൻ ഇപ്പൊക്കെ അപകടങ്ങൾ ഇങ്ങനെ കാണണ്ടേ. നാളെ ഞാൻ ആ ഗുരുവായൂർ ചെന്നപ്പെട്ട ഒരാൾ കണ്ട ഭയങ്കര ലഹള. എന്തേ ഈ ലഹള കൊണ്ടേ? ഞാൻ ചോദിച്ചത് എന്താണ് താൻ കിടന്ന ലഹള കൊണ്ടേ? ആരും കണ്ടി ഇയാളെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നത്. ഞാൻ ചോദിച്ചു എന്തേ പറഞ്ഞേ? അല്ല തിരുമേനി ഒരൊറ്റ സംഭവം
ഞാൻ എൻ്റെ പുതിയ ചെരുപ്പ് വാങ്ങിയിട്ട് അമ്പലത്തിലേക്ക് ഇട്ട് വന്നു. വന്നിട്ട് ഞാൻ അത് ക്ലോക്ക് റൂമിൽ വെക്കാണ്ടായി പീടികയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ തൊഴാൻ പോയത്. തൊഴുത് വന്നപ്പോഴേക്കകത്ത് ചെരുപ്പ് പോയി. എന്നിട്ട് അവിടെ നിന്നിട്ട് പറഞ്ഞത് ഗുരുവായൂരുള്ളവരൊക്കെ കള്ളന്മാരാണെന്നാണ്. ആരാ കുറ്റക്കാരൻ? അവനാ കുറ്റക്കാരൻ. കാരണം അവൻ ആ ചെരുപ്പ് വെക്കേണ്ട ക്ലോക്ക് റൂമിൽ 1 രൂപ കൊടുക്കാൻ മടിച്ചിട്ട് വെച്ചത് ഇവിടെയായി പോയി. ഈ 1 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഈ ക്രോധം കൊണ്ടിട്ട് ഇവൻ തൊഴാൻ ചെന്ന് നിന്നാൽ എന്താവും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കുക. ക്രോധം ഉണ്ടായിട്ട് തൊഴാൻ ചെന്നാൽ എന്താവും? നമ്മളെന്താ ഗുരുവായൂരമ്പലത്തിലെ ഇടിച്ച് കുത്തി കയറുണ്ടല്ലോ, ഒന്ന് സൂക്ഷിച്ചോളോട്ടാ. മാറ്റം വരുത്തിക്കോളൂ, മാറ്റം വന്നോട്ടെ. ഇടിച്ചും കൂട്ടിയും മറ്റുള്ളവനെ പുറത്ത് ചാടിയും വേണമെങ്കിൽ നിങ്ങൾ ദൈവങ്ങൾക്ക് 1000 രൂപ കൊടുത്ത് കയറിക്കോളൂ, അത് ഭഗവാൻ അനുവദിച്ചാണ്. പക്ഷെ മറ്റുള്ളവനെ പറ്റിച്ചും മറ്റുള്ളവന്റെ സൂത്രപ്പണിയിൽ കൂടെയും കയറി തൊഴുതാൽ ഭഗവാൻ എവിടെ അനുഗ്രഹിക്കാൻ പോകുന്നു? അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തൊരു ഭാവമാണോ ആ ഭാവമായിരിക്കും മഹാദേവൻ കാണിച്ചു തരിക. അപ്പൊ അതുകൊണ്ട് ആ മനുഷ്യത്വം അറിവ് നേടി കർമ്മങ്ങളെ ധർമ്മമാക്കാൻ പ്രയത്നിക്കുക. കർമ്മങ്ങളെ ധർമ്മമാക്കണം. കർമ്മങ്ങളെ ധർമ്മാക്കണം. എന്താ ധർമ്മം? ലോകത്തിന് ആനന്ദമുണ്ടാക്കുന്നത് നമുക്ക് മാത്രമല്ല, നമുക്കും ലോകത്തിനും ആനന്ദമുണ്ടാക്കുന്ന കർമ്മങ്ങളാണ് ധർമ്മങ്ങൾ. അങ്ങനെ കർമ്മത്തിനെ ധർമ്മമാക്കണമെങ്കിൽ ആ കർമ്മം വിജ്ഞാനത്തോടുകൂടി ചെയ്യണം, അറിവോടുകൂടി ചെയ്യണം, അതിൽ പഠിക്കണം. ഞാൻ എന്തിനാ കാർ ഓടിക്കണേന്ന് കാർ ഓടിക്കുമ്പോൾ ചിന്തിക്കണം. റോഡിലേക്ക് നോക്കണം, വല്ലവരും തലയിൽ കിടക്കുന്നുണ്ടോ, ആരുമില്ലാണ്ട കരയുണ്ടോ, അവരെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാ. അല്ലാണ്ട് കാർ എന്റേതല്ല, ഈ പൈസയും എന്റേതല്ല, ഈ ശരീരവും എന്റേതല്ല. ഇതെനിക്ക് ദൈവം തന്നത് ലോകാസമസ്താസു വിനോഭവന്തു എന്ന വലിയ മഹനീയമായ സങ്കല്പത്തിലാണ്. ഈ സങ്കല്പത്തിനെ പഠിക്കാതെ, ഇതാണ് ക്ഷേത്രം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ. ക്ഷയാത് പ്രായതേ ഇത് ക്ഷേത്രമാണ്. ദുരിതത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതാണ് ഈ ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് ആ മനുഷ്യത്വം. അടുത്തതേതാ? മോക്ഷത്വം. മോക്ഷം നേടാനുള്ള ആഗ്രഹം. മോക്ഷം മരണമല്ല കേട്ടോ. ചിലവരങ്ങനെ വിചാരിച്ചു നടന്നേ മോക്ഷം മരണാന്നേ. മരണമല്ല, ജീവിച്ചിരിക്കുമ്പോൾ മോക്ഷം കിട്ടും. എന്താ ജീവിച്ചിരിക്കുമ്പോ മോക്ഷം? കർമ്മം ചെയ്താൽ ആ കർമ്മപാശം വന്ന് നമ്മെ ബാധിക്കാതെ, ഒരു കർമ്മം ചെയ്താലും ആ കർമ്മം ഫലം തിരിച്ചു വന്ന് നമ്മെ ബുദ്ധിമുട്ടിക്കാതെ മനസ്സമാധാനത്തോടുകൂടി അനേക കർമ്മങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണെങ്കിലും ഇപ്പൊ നമുക്ക് അങ്ങനെയാണോ? ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും ചിന്ത വീട്ടിലെ ആവും. ചിലപ്പോ അറിയില്ല, ചിലപ്പോ നല്ല ഇഡ്ഡലി ഉണ്ടാക്കി വെച്ച് പോകുന്നുണ്ടാവും, കഴിച്ചിട്ട് വേണം അവിടെ ചെന്നിരുന്ന് അത് കഴിക്കാന്ന് ചിന്തിച്ചിട്ടാവും. ചിലപ്പോ ഇവിടെ അറിയില്ല, അങ്ങനെ ഉണ്ടാവാം, ചിലപ്പോ ഉണ്ടാവാം, അറിയില്ല. അവരുത് കർമ്മബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം. കർമ്മം ദുരിതമാണ്, സംശയിക്കണ്ട. കർമ്മം ദുരിതമാണ്. അതുകൊണ്ടിട്ടാണ് നമ്മൾ വന്നത്. ഈ കർമ്മം ചെയ്യാനാണ് നമ്മൾ വിട്ടത്. ഈ ദുരിതത്തിനെ നശിപ്പിക്കണം. ഈ ദുരിതത്തിനെ നശിപ്പിക്കാൻ വന്ന നമ്മള് ഇതൊട്ട് നശിപ്പിക്കുകയില്ല. കർമ്മങ്ങൾ ചെയ്യാൻ അറിയാതെ അജ്ഞാനത്താൽ കർമ്മം ചെയ്തിട്ട് ആ കർമ്മം വീണ്ടും ദുരിതമായി നമ്മുടെ സഞ്ചിയിൽ വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സാകുന്ന ചിത്തമാകുന്ന ആ സഞ്ചിയിൽ ഇങ്ങനെ വന്ന് കൂടും. അങ്ങനെ അടുത്ത ജന്മത്തിൽ ദുരിതം കൂടി കൂടി വരിക. അതുകൊണ്ട് കൊണ്ടുവന്ന ദുരിതത്തിനെ കർത്തിച്ച് കളയാൻ കർമ്മത്തിനെ ധർമ്മമാക്കണം. അതാണ് ഭാഗവത സപ്താഹത്തിന് പോയവർക്ക് കാണാം മൂലത്തിലെ 2ാമത്തെ ശ്ലോകം. ധർമ്മപോക്ഷിതകൈതവോത്രപരമോ നിർമ്മൽസരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താവത്രയോന്മൂലനം. രസം പഠിച്ചോളൂ. അമ്പലത്തിലൊക്കെ വരുമ്പോ ചിരിച്ചട്ടേ ഇരിക്കാം പോട്ടാ. ഇവിടെ വന്ന് തൊഴുതാലും കൊള്ളാം, കളഭം കിട്ടിയാലും കൊള്ളാം, കാതിരി കിട്ടിയാലും കൊള്ളാം, അപ്പം കിട്ടിയാലും കൊള്ളാം, മട കിട്ടിയാലും ഇതൊക്കെ അപ്രസക്തങ്ങളാണ്. പ്രസക്തങ്ങളല്ല എന്ന് പറയാൻ കാരണം ആ ദ്രവ്യങ്ങളിലുള്ള പ്രസാദമില്ലാതായാൽ ആ ദ്രവ്യങ്ങളെ കൊണ്ടിരിക്കും പ്രയോജനം. അതയല്ല പ്രസാദം, അതയിലുള്ള ഭഗവാന്റെ അനുഗ്രഹമാണ് പ്രസാദം. പഞ്ചാരപ്പായസം അല്ല പ്രധാനം, പഞ്ചസാര പായസമുള്ള പ്രസാദമാണ്. അത് വിഷമിച്ച് അല്ലെങ്കിൽ ക്ലേശിച്ച് ക്രോധം വന്നെടുത്ത് കഴിക്കാൻ തുടങ്ങിയാൽ അതിനുള്ള പ്രസാദമില്ലാതാകും. അതുകൊണ്ട് പ്രസാദം സ്വീകരിക്കുമ്പോൾ ഓൾവേസ് സ്മൈൽ.
പൊട്ടിച്ചിരിച്ചിട്ട് നടന്നോളൂ അമ്പലത്തിലേട്ടാ. ഇടി കൊണ്ടാലും ചീത്ത കൊണ്ടാലും ഗുരുവായൂരമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ ആ ഭാഷന്മാരൊക്കെ ചിലപ്പോൾ അറിയാണ്ട് വല്ലതും പറഞ്ഞു തരും. അത് നോക്കണ്ട, അവർക്ക് അതിൻ്റെ ഒരു ഭാഗമായി എടുത്താൽ മതി. ഈ ശരീരമാണ് വേദനിക്കുന്നത്, ആത്മാവിന് വേദന ഉണ്ടാവുകയില്ല. ആത്മാവ് ഇതിൽ നിന്നെല്ലാം വിഭിന്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാവ് നിരീക്ഷകനായി മാറ്റുക. ആത്മാവ് നിരീക്ഷകനായി മാറ്റിക്കഴിഞ്ഞാൽ, ഒരു ഒബ്സർവറായി മാറ്റിക്കഴിഞ്ഞാൽ, ആത്മാവിനെ ഒരു ഒബ്സർവറാക്കി മാറ്റിക്കഴിഞ്ഞാൽ, ശരീരം ചെയ്യുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെ നിരീക്ഷിക്കാനുള്ള ഒരു ഒബ്സർവറാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആനന്ദിക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള അഹങ്കാരം വന്നുപോയാൽ അതോടുകൂടി ദുഃഖവും ക്ലേശങ്ങളും ഇരട്ടിയാകും. അതുകൊണ്ട് ഈ പഞ്ചാക്ഷരം, അപ്പൊ മനുഷ്യത്വം, മുമുക്ഷുത്വം. ഇനി മഹാപുരുഷ സംശ്രയ, സജ്ജനങ്ങളെ സേവിക്കുക, സജ്ജനങ്ങളുമായി കൂടിയിരിക്കുക. 3 പണിയെ നമ്മൾ ചെയ്യേണ്ടേ ലക്ഷ്യം ആനന്ദിക്കാനേ. ആദ്യത്തെ മനുഷ്യത്വം ഉണ്ടാവുക, മുമുക്ഷുത്വം മോക്ഷം കിട്ടാനുള്ള ആഗ്രഹം ഉണ്ടാവുക, 3ാമത്തെ മഹാപുരുഷ സംശ്രയ സത്സംഗം. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ സജ്ജനങ്ങളുമായിട്ട്. ആരാ സജ്ജനങ്ങള്? അതാപ്പ സംശയം. താലിമുണ്ടെടുത്തവരാണോ, വസ്ത്രം തൊട്ടവരാണോ, മാലയിട്ടവരാണോ, പട്ടെടുത്തവരാണോ, പല സംശയങ്ങളുണ്ട്. അതിന് തെറ്റാരെയും പറയാൻ വയ്യ. കപടമായിട്ടുള്ള പലതും ഇറങ്ങിയുണ്ട്, അതിന് സംശയം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതിന് ഏക വഴി എന്താ അറിയോ? എല്ലാവരിലും ഈശ്വര ദർശനം നടത്തുക. എന്നിട്ട് ശരീരത്തിനെ ദർശിക്കാതെ ശരീരത്തിന്റെ ഉള്ളിൽ വലിക്കുന്ന ആത്മാവിനെ ദർശിക്കുക. അപ്പൊ ഗുരുവായൂരപ്പനെ തൊഴണ പോലെ പുറമെ നമ്മൾ കാണുന്ന ആൾക്കാരെയും തൊഴാൻ പഠിച്ചാൽ അതോടുകൂടി നമ്മുടെ പ്രശ്നം കഴിഞ്ഞു. ഞാൻ ബസ്സിൽ കയറുമ്പോൾ തൊഴുക ചെയ്യാം. എന്തിനാണെന്നറിയോ? സീറ്റ് കിട്ടാൻ. അങ്ങനെയാ പാടോ? ഒന്ന് തൊഴുതായാലും വീണിട്ടു. എന്താ തിരുമേനി എന്നെ തൊഴണേ? അല്ല, താനും ഗുരുവായൂരപ്പനാണല്ലോ. വൈശ്രവണത്തെ രാമൻ നമ്പൂരി സപ്താഹത്തിന് വരുമ്പോൾ ഇവിടെ ഗുരുവായൂർ വരുമ്പോഴേ വൈശ്രവണത്തെ രാമൻ നമ്പൂരി സപ്താഹത്തിന് വന്നാൽ അദ്ദേഹം മഹാഭക്തനാണ്. അപ്പൊ ഗുരുവായൂരെ മുറി കൊടുത്താൽ വാച്ച്മാൻ വെള്ളം കൊണ്ടുവച്ച് കൊടുക്കും. വെള്ളം കൊണ്ടുവച്ച് കൊടുത്താൽ വൈശ്രവണം പറയാൻ എന്താ അറിയോ? ഗുരുവായൂരപ്പൻ വെള്ളം കൊണ്ടുവന്ന് വിട്ടോ, കണ്ടില്ലേ ഗുരുവായൂരപ്പൻ എന്നോട് എന്തൊരു ഇഷ്ടാ. അപ്പൊ വാച്ച്മാൻ പറഞ്ഞു, അയ്യോ അല്ല, ഞാനാ കൊണ്ടുവന്ന് വെച്ചേ. ആ താൻ തന്നെയാ ഗുരുവായൂരപ്പൻ. ഇത് പറയാൻ പഠിച്ചാൽ, ഇത് സത്സംഗത്തിൽ കൂടെ നമുക്ക് പഠിക്കാം. ഈ സത്സംഗത്തിൽ അങ്ങനെ ഇരുന്നാൽ സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. കഴിഞ്ഞ സപ്താഹത്തിന് കുചേരവൃത്തം കഥ കഴിഞ്ഞ് എണീറ്റപ്പോ 4 മണിയാണ്. ഉച്ചയ്ക്ക് ഉണ്ണാൻ നിർത്തിയിട്ടേ ഇല്ല. 4 മണിയെ ആരും പറഞ്ഞില്ല. എല്ലാവരും ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിമഹതമസ്നാമി പ്രയതാത്മനാണെന്ന് വർണ്ണിച്ചുകൊണ്ട് അതിങ്ങനെ വർണ്ണിച്ച് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ മറന്നുവെല്ലാം. നമ്മളെ വിഷമിപ്പിക്കുന്ന സാധനങ്ങളെ മുഴുവൻ നിമിഷ നേരം കൊണ്ട് വിസ്മരിക്കാം. ഈ സത്സംഗത്തിൽ, ഈ ക്ഷേത്ര സന്നിധിയിൽ, മഹാരുദ്ര സന്നിധിയിലൊക്കെ വന്നിരുന്നാൽ നമ്മെ വിഷമിപ്പിക്കുന്ന, നമ്മളെ ക്ലേശിപ്പിക്കുന്ന സകല ദുഃഖങ്ങളെയോ മറന്നു കളയാം. ഇതിന് TV കണ്ടിട്ട് കാര്യമില്ല, സിനിമ കണ്ടിട്ട് കാര്യമില്ല. അതൊക്കെ അപ്പം മറക്കുള്ളൂ. ഞാൻ ഒരാളുടെ കുടി മാറ്റിയത് അങ്ങനെയാ. അയാൾ എന്നും കുടിച്ച് ആനന്ദം വരാൻ വേണ്ടിയിട്ട് അത്ര കുടിക്കണേ. അത് കുടിച്ച് ആനന്ദം കൂടുതലാണ്ടായത്. പൈസ പോയതിന്റെ നോക്കാം, അടിയുണ്ടായി, എന്റെ പ്രശ്നം, പോലീസ് കേസ് ഉണ്ടായി, ഇങ്ങനെ 100 വർഷമായപ്പോ എന്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, സിമ്പിളാണ് കുട്ടി, ഇത്ര പ്രശ്നമൊന്നുമില്ല. താൻ ദിവസം കാലത്ത് എന്നിട്ട് അമ്പലത്തിൽ പോയി തൊഴൂ, അവിടെ കുറച്ചു നേരം ഇരിക്കൂ. ഏറ്റവും വലിയ മനസ്സമാധാനം തരുന്ന, മനസ്സിനെ പരിണാമം ചെയ്യുന്ന കേന്ദ്രമാണ് ക്ഷേത്രങ്ങൾ. മനസ്സാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം. ഈ മനസ്സിനാണ് ചികിത്സിക്കേണ്ടത്. ശരീരങ്ങളെ ചികിത്സിച്ചിട്ട് എന്ത് കാര്യം? മനസ്സാണ് ഇന്ദ്രിയങ്ങളുടെ നാഥൻ. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഈ മനസ്സിനെ ശുദ്ധീകരിക്കണം. അതിനെന്ത് ചെയ്യണം? സത്സംഗത്തിൽ വന്നിരിക്കണം. സത്സംഗത്തിൽ ഇങ്ങനെ വന്നിരുന്നാൽ മാറ്റം ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പൊ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരുന്നേ. അമ്പലത്തിൽ വരുമ്പോൾ വാച്ച്മാൻ ശരിയല്ല, എക്സിക്യൂട്ടീവ് ഓഫീസർ ശരിയല്ല, മറ്റാൾ ശരിയല്ല, ശാന്തിക്കാരൻ ശരിയല്ല, എന്തൊക്കെ കുറ്റം പറയാൻ ആദ്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഭഗവാനെ തൊഴാൻ പറ്റില്ല. ഭഗവാനെ തൊഴണമെങ്കിൽ ഞാൻ വരാം. ആത്മപരിശോധന. പണ്ട് ഹനുമാൻ ഒരു ആത്മപരിശോധന നടത്തിയില്ലേ ഇല്ലേ? എപ്പോഴാ? സീതയെ കാണാൻ വേണ്ടി രാമൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടി. സന്ധ്യാസമയത്താ ചെന്നിറങ്ങിയത്, രാത്രിയാ.
കൊടുത്ത പണി എന്താ? സീതയെ കണ്ടുപിടിക്കല്. എവിടെ പോകണം? രാമന്റെ അന്തപുരത്തിൽ. ഹനുമാനോ ബ്രഹ്മചാരി, കൊടുത്ത പണി നോക്കും. ഇങ്ങനെയല്ലേ നമുക്ക് ഉണ്ടാവുന്നത്? ബ്രഹ്മചാരിയായ അദ്ദേഹത്തിന് കൊടുത്ത പണി സ്ത്രീകളെ കണ്ടെത്തല. ഹനുമാൻ ചെന്ന് അന്തപുരത്തിൽ കയറി ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും മൂടി പോച്ചടക്കുക. ആ പുതപ്പ് പൊതിച്ചാൽ ചിലവരുടെ കാല് കാണും, ചിലവരുടെ മുഖം കാണും. ഇങ്ങനെ രാത്രി മുഴുവൻ നടന്ന ആരെയും കാണാണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ മനസ്സിൽ വിഷമം. ഈ ആത്മപരിശോധന നാം നടത്തണം. ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ ക്ഷേത്രങ്ങളിൽ തൊഴുതു കഴിഞ്ഞാൽ അതിനാണ് ജപം എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് പഠിച്ചോളൂ. ഹനുമാൻ അവിടെ ഇരുന്ന് ഒരു പരിശോധനയുണ്ട്. ആ ആൾത്തറയ്ക്കൽ ഇരുന്നിട്ട് ബ്രഹ്മചാരിയായ എന്റെ മനസ്സിന് വല്ല ഇളക്കവും പറ്റിയോ, ചഞ്ചലതയുണ്ടായോ എന്നൊരു പരിശോധന. ഈ പരിശോധന അമ്പലത്തിൽ തൊഴുതു കഴിഞ്ഞാൽ നടത്തണം. എങ്ങനെ? അതാണ് ഭക്തൻ അമ്പലത്തിൽ വന്നാൽ 4 കാര്യങ്ങളെ ചെയ്യണ്ടു. ഏതൊക്കെയാ? ദർശനം, പ്രദക്ഷിണം, നമസ്കാരം, ജപം. ഈ 4 വഴിപാട് ചെയ്യലൊക്കെ 2ാമത്തെ കാര്യമാണ്. അതൊക്കെ നമുക്ക് ദുരിതം ഉണ്ടെങ്കിലും ചെയ്യണ്ടു. ദുരിതം ഇല്ലെങ്കിൽ ചെയ്യണ്ടല്ലോ. കയ്യിൽ കാശുണ്ടെങ്കിൽ ചെയ്യാം, കയ്യിൽ കാശുണ്ടെങ്കിൽ ചെയ്യേണ്ട അത്ര ഉള്ളൂ. വഴിപാടിന് 2ാമത്തെ കാര്യമാണ്. ആദ്യം ചെയ്യേണ്ടത് ദർശനം, പ്രദക്ഷിണം, നമസ്കാരം, ജപം. ആദ്യം അമ്മ മൂർത്തിയെ കാണുന്ന ആദ്യത്തെ പണി. ഇത് വന്ന അവിടെയും ഇവിടെയൊക്കെ നടന്നൊക്കെ കഴിഞ്ഞ അവസാനം വീട്ടിൽ തന്നെ പോരുമ്പോ എങ്ങനെ പോരാന്ന് വിചാരിക്കുക. എന്തൊക്കെ സംസാരിച്ചിട്ട് അവിടെ എത്തണേന്ന് പറയാൻ വയ്യ. വീട്ടിൽ നിന്ന് കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്പലത്തിലെത്തിക്കോളൂ. അത് അടുത്തുള്ള അമ്പലത്തിൽ ആദ്യം തൊഴുതോളൂ. കാരണം ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ 100 പ്രശ്നങ്ങളുണ്ടാവേ. 100 ആൾക്കാർ സംസാരിക്കും. ഇവിടെ തൊഴാൻ വരുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ കലുഷിതമായി തീരും. അതുകൊണ്ട് ആ കാലത്ത് എന്നിട്ട് കുളിച്ച് നാമം ചൊല്ലി അമ്പലത്തിൽ വരിക. അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കണം, മനസ്സ് ശുദ്ധമാക്കണം. ഭഗവാൻ പ്രസാദം തരുന്നത്, അനുഗ്രഹം തരുന്നത് കൈകളിലല്ല, മനസ്സിലാണ്. മനസ്സാകുന്ന പാത്രം അശുദ്ധമായാൽ അതിനുള്ള അനുഗ്രഹവും അശുദ്ധമാകും. അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം ശുദ്ധമായി സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ, അല്ലാണ്ട് 2 ലിറ്റർ പായസം മേടിച്ച് കഴിച്ചു എന്നുള്ളതല്ല പ്രധാനം. ഇത് എങ്ങനെ കഴിച്ചു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊള്ളുക ഈ പരിശുദ്ധി. അതുകൊണ്ട് സത്സംഗത്തിലിരുന്ന് ഇത് പഠിപ്പിക്കുമ്പോൾ ഏതൊക്കെ? അമ്പലത്തിൽ വന്ന 4 കാര്യങ്ങള്. ദർശനം ആദ്യത്തേത്. 2ാമത്തേത് പ്രദക്ഷിണം. എന്താ പ്രദക്ഷിണം? നമ്മുടെ വലതുഭാഗം മൂർത്തിയുമായി ബന്ധിപ്പിച്ചിട്ട് ആ സഞ്ചാരം, അതാണ് പ്രദക്ഷിണം. സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ ശിവക്ഷേത്രത്തിൽ മാത്രമേ തിരിച്ചും കിടും വരുമോ? അതിന് കാരണമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ശരിക്കും ക്ഷേത്രങ്ങളിലൊക്കെ പ്രദക്ഷിണമാണ്. എങ്ങനെയാ കഴിഞ്ഞാൽ വലതുഭാഗം നേരെ. പ്രദക്ഷിണം എങ്ങനെ ചെയ്യണം? പ്രദക്ഷിണ പദേ പദേ. ധൃതി പിടിച്ച് പ്രദക്ഷിണം ചെയ്യരുതിട്ടാ. ഇത് കാപ്പിക്ക് വെള്ളം വെച്ചിട്ട് അമ്പലത്തിൽ തൊഴാൻ വരിക ചിലവരെ. എന്നിട്ട് ഇവിടെ വന്നിട്ടിരുന്നിട്ട് ഓട്ടന്റെ പ്രദക്ഷിണം ഓടിയിട്ട് ചെയ്യരുതേ. പതിയെ അടിപ്രദക്ഷിണം ചെയ്യുക. കൈകാലുകൾ അനക്കരുതേ. കൈകാലുകൾ അനാവശ്യമായി ചിന്തിക്കരുതേ. മനസ്സ് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കരുതേ. ഈ പ്രദക്ഷിണ സമയത്ത് എന്താ സംഭവിക്കുന്നത്? റീചാർജിങ് ഓഫ് ദ ബോഡി ആൻഡ് മൈൻഡ്. എന്താ റീചാർജിങ്? നമ്മൾ പ്രദക്ഷിണം തുടങ്ങുമ്പോൾ നമ്മുടെ നട്ടെല്ലിന്റെ ചുറ്റും 2 ഞരമ്പുകളുണ്ട്. ഏതൊക്കെയാ? ഇട, പിംഗള. അമൃതയിലൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ കൃഷ്ണകുമാർ. ഞാൻ 1 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ ഒരു ചികിത്സയ്ക്ക് ബാക്ക് പെയിൻ വന്നിട്ട് എൻ്റെ മകന് ബാക്ക് പെയിൻ വന്നിപ്പോൾ കാണാൻ പോയപ്പോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചെയ്യാൻ പറ്റും. പ്രദേശം അന്ന് കുറച്ചായിരിക്കും പ്രഭാഷണം പറയാം. ഡോക്ടറല്ല, ടോപ്പ് ഡോക്ടറല്ല ലോകത്തിലെ. അദ്ദേഹത്തിൻ്റെ ഈ ഇട പിംഗളെ പറ്റിയിട്ടാണ് ചോദിച്ചു. അദ്ദേഹം നട്ടെല്ലിന്റെ ഡോക്ടറാ. ഒരുപാട് കൂനികൾക്ക് കൂന് മാറ്റി കൊടുത്ത ആളാണ്. അപ്പൊ അദ്ദേഹം പറയാ, ആ ഇടാപിംഗളെ പഠിച്ചു. ഞാൻ കുറെ പഠിച്ചത് അതിനെ കേൾക്കണം. ഈ ഇടാപിംഗളെ കുറിച്ച് പഠിച്ച്, നട്ടെല്ലിനെ കുറിച്ച് പഠിച്ച്, ഈ നട്ടെല്ലിന്റെ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതങ്ങോട്ട് പഠിച്ചെടുത്താൽ, അപ്പൊ നമ്മളെ പ്രദക്ഷിണം അങ്ങോട്ട് തുടങ്ങുമ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയോ? നമ്മുടെ ഇടാപിംഗള എന്ന് പറയുന്നതിന് ആ പിംഗള എന്ന ഞരമ്പ് ആ ഭൂമിയിൽ കൂടെ സഞ്ചരിച്ച് നമ്മൾ കാണില്ല, അത് ഭൂമിയിൽ കൂടെ നേരെ പോയിട്ട് വിഗ്രഹവുമായി ബന്ധിപ്പിച്ചു തരും. അപ്പൊ റീചാർജിങ് തുടങ്ങി. അങ്ങനെ റീചാർജിങ് തുടങ്ങി പതുക്കെ മൊബൈൽ കുത്തിവെച്ച് അളക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ പതുക്കെ പ്രദക്ഷിണം തുടങ്ങി. ആ പ്രദക്ഷിണം അങ്ങോട്ട് പൂർത്തീകരിക്കുമ്പോഴേയും ഫുൾ ചാർജായി തീരും. എത്ര വയസ്സായാലും എത്ര പ്രായമായാലും സംശയിക്കണ്ട. പ്രായത്തിന് ഇവിടെ ഒരു സ്ഥാനജന്യവും ആധ്യാത്മിക തലത്തിൽ ആത്മാവിന് പ്രായമില്ല, ആത്മാവിന് ചെറുപ്പമില്ല, പ്രായമില്ല. അത് എപ്പോഴും ഒരേ പ്രായത്തിൽ തന്നെ.
ഈ ആത്മാവിനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ശരീരം കർമ്മത്തിലുള്ള ഉപകരണം മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാണ് ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ പ്രദക്ഷിണ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഞരമ്പിൽ കൂടെ ഭഗവാന്റെ ശക്തി ഇങ്ങോട്ട് വന്ന് ഈ പ്രദക്ഷിണം. അത് കഴിഞ്ഞാൽ നമസ്കാരം. പുരുഷന്മാർക്ക് 8 അംഗങ്ങളും മുട്ടി നമസ്കാരം, സ്ത്രീകൾക്ക് 7 അംഗങ്ങളും മുട്ടി നമസ്കാരം. അവർക്ക് മാരണം, നിലത്ത് മുട്ടാൻ പാടില്ല. അതുകൊണ്ട് പുരുഷന്മാര് 8 അംഗങ്ങൾ. എന്ന് തുടങ്ങിയുള്ള 8 സാധനങ്ങളാണ്. ഞാൻ പിന്നെ അധികം പറഞ്ഞിട്ടില്ല ഇപ്പോ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ നമുക്ക് നമശിവായിലേക്ക് കിടക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ആ പ്രദക്ഷിണം വളരെ പ്രധാനം. അത് കഴിഞ്ഞാൽ നമസ്കാരം. നമസ്കാരം എന്നാണ് മനസ്സിനെ കൊണ്ടാ നമസ്കാരം, ശരീരം കൊണ്ടല്ല. ഈ ശരീരം അതിനുള്ള ഒരു ഉപകരണം മാത്രമാണ്. മനസ്സാണ്. അമ്പലത്തിൽ വരുമ്പോൾ മനസ്സിനെയാണ് കൊടുക്കേണ്ടത്. അതാണ് പുഷ്പാഞ്ജലി. പുഷ്പം ഏതാ? മനസ്സ്. ആകാശ തത്വമായ പുഷ്പമാണ് ഭക്തന്റെ മനസ്സ്. ഈ പുഷ്പങ്ങൾ ചെയ്യുന്ന പണി എന്താ അറിയോ? അതാണ് പുഷ്പഹാസാന്നൊക്കെ വിഷ്ണു സഹസ്രനാമത്തിന് നാമം വരാൻ കാരണം. എന്താ കാരണം അറിയോ? ചിരിച്ച പൂവ്, ആ വിടർന്ന പൂവ് ഭക്തന്റെ മനസ്സാണ്. അപ്പൊ നമ്മൾ പുഷ്പം കൊണ്ടുപോ നമ്മുടെ മനസ്സിനെ ആ പുഷ്പമാണ് ഭഗവത്പാദത്തിൽ എത്തിക്കുന്നത്. തിരിച്ച പ്രസാദവും കൊണ്ടുവരുന്നത് ആ പുഷ്പമാണ്. അതാണ് നമ്മൾ പായസം കണ്ടാലും, നേദിച്ച പായസം കണ്ടാലും ആ ചന്ദനം പൂവും തരുമ്പോൾ പൂവ് വേണം നമ്മൾ ശരിക്കാറില്ലേ? ആ പൂവ് കിട്ടി തലയിൽ വെക്കണം എന്ന് പറയാറില്ലേ? എന്താ കാരണം? ഭഗവാന്റെ അനുഗ്രഹം ആ പുഷ്പത്തിലുണ്ട്. അതുകൊണ്ട് ഉരസാശരസാവാച മനോ അങ്ങനെ തുടങ്ങിയ 8 സാധനങ്ങള്. ഉരസാശരസ, ശരീരത്തിലുള്ള 8 അവയവങ്ങളും നിലത്ത് മുട്ടി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ ജപം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ജപം. പ്രദക്ഷിണം കഴിഞ്ഞാൽ, തൊഴിലും പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞാൽ ഒരു ഭാഗത്തിരിക്കുക. എന്നിട്ട് ഈ വലത്തെ കൈകൊണ്ട് ഭൂമിയിൽ തൊടുക. എന്നിട്ട് ജപം തുടങ്ങുക. മന്ത്രങ്ങളാവാം, സഹസ്രനാമങ്ങളാവാം, വേദമന്ത്രങ്ങളാകാം, ഏതും ജപിക്കാം. ഈ ജപത്തിൽ കൂടെ ജന്മാർജിതങ്ങളായ പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നതാണ് ജപം. ജപം ഉറക്കെയല്ല, ജപം പതുക്കെ. ജപങ്ങൾ പുറത്തേക്ക് പോകാൻ പാടില്ല, ജപങ്ങൾ ഉള്ളിലേക്ക് പോകണം. ഇപ്പൊ നമ്മൾ ഉറക്കം ചെല്ലുമ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങല്ലേ പുറത്തേക്ക് പോവുക. അപ്പൊ പുറത്തുള്ള ആന്തരികമായ ശുദ്ധീകരണം നടക്കാതാകും. ആ ജപം കൊണ്ട് ആന്തരിക ശുദ്ധി കൈവരിക്കണം. ഇങ്ങനെ സത്സംഗത്തിലിരുന്നാൽ ഇത് മുഴുവൻ അങ്ങോട്ട് പഠിപ്പിക്കും, പ്രാക്ടിക്കൽ സ്റ്റഡി കൊടുക്കും. അതാണ് അഷ്ടാംഗ യോഗത്തിൽ സംഭവിക്കുന്നത്. അഷ്ടാംഗ യോഗം കൊണ്ട് പഠിപ്പിക്കും. ഈ യോഗങ്ങളിൽ വെച്ച് അഷ്ടാംഗ യോഗം കൊണ്ട് പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാന്തമാകും. ശാന്തമായ മനസ്സോടുകൂടി തൊഴാൻ വരുമ്പോൾ അതിന്റെ സുഖം ഒന്ന് വേറെയാ. ആനന്ദിക്കാൻ വിലപിടിച്ച ആഭരണങ്ങൾ അണിഞ്ഞ്, വിലപിടിച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ്, വിലപിടിച്ച സോവർക്കുകൾ ചെയ്തിട്ട് അമ്പലത്തിൽ വന്നാൽ മനസ്സമാധാനം ഉണ്ടാവില്ല. ഗുരുവായൂർ എന്നോട് സ്ത്രീ പറഞ്ഞേ, കരഞ്ഞിട്ടേ, തിരുമേനി എന്റെ അതല്ല, ഞാൻ വലിയൊരു മാലിയിട്ടാ തൊഴാൻ വന്നേ. ആ തൊഴ അങ്ങനെ ഗുരുവായൂർ അതുവരെ കിടക്കുന്നവരെ ഞാൻ നാരായണീയത്തിലെ ശ്ലോകം ചൊല്ലിയെന്ന് ഏതാണ്ട് കിണർ വരും. ഞാൻ നാരായണീയ ശ്ലോകം ചൊല്ലി. മഞ്ജീരം മഞ്ജുളാധൈരിമമദഭജനം ശ്രേയയിത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തി മജ്ജൽ പ്രണതജനമനോമന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാനം പ്രണാര്യൻ നഖരഹിമകരഞ്ജസ്നയാശ്രിതാനാം സംഭാവഭ്രാന്തഹംഹ്രീന്തരിമനുകലയേ മംഗലാമംഗുലീനം. നീ 2 ശ്ലോകമുള്ള ബാക്കിയായി. ആ 100 അത് ചെല്ലാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. അപ്പോൾ അത്ര അനൗൺസ്മെന്റ് കേട്ടെ. അല്ലയോ ഭക്തന്മാരെ, നിങ്ങളുടെ കയ്യിലുള്ള വിലപിടിച്ച ചെയിനും വിലപിടിച്ച സാധനങ്ങളും സൂക്ഷിച്ചു കൊള്ളുക. വാനിറ്റി ബാഗ് വളരെയധികം സൂക്ഷിച്ചു കൊള്ളുക. അതിന്റെ പേര് തന്നെ വാനിറ്റി എന്നാണേ. അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളുക. ഇത് കേട്ടപ്പോ ആഭരണത്തിനെ ഇങ്ങനെ മുറുകെ പിടിച്ചു. ഭഗവാന്റെ പാദത്തിനെ പിടിക്കേണ്ട കൈകളെ കൊണ്ട് ആ സ്വർണത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ ചെന്നപ്പോ ഭഗവാന്റെ രൂപം കാണാൻ സാധിച്ചില്ല. എന്റെ മനസ്സിൽ മുഴുവൻ സ്വർണമായി തീർന്നപ്പോൾ ആ സുന്ദരമായ രൂപത്തെ സൃഷ്ടിച്ച എത്തണ്ടേ? ആ സുന്ദരമായ രൂപത്തിനെ കണ്ട് അത് ആസ്വദിക്കണ്ടേ? ശിവലിംഗത്തിലേക്ക് നോക്കുമ്പോ എവിടേക്കാ നോക്കുക?
ചന്ദ്രകലകൾ. എണ്ണി നോക്കൂ ചന്ദ്രകല എത്രയെന്ന് എണ്ണി നോക്കൂ. ശരിക്കും പൂർണ്ണമായിട്ട് നോക്കുമ്പോൾ ചന്ദ്രകല എത്രയെന്ന് എണ്ണി നോക്കൂ. വീട്ടിൽ എന്നിട്ട് എണ്ണി നോക്കണ്ട. ഫുൾ ചന്ദ്രകല എണ്ണി നോക്കി അറിയാം. അത് നമ്മുടെ ശരീരത്തിനെ ബോധിപ്പിക്കുന്നതാണ്. കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അന്ധകരണങ്ങൾ, മനസ്സ്, അതാണ് ഏറ്റവും അറ്റത്തെ ചന്ദ്രകലകൾ. ഒരു പൊട്ടു പോലെ കാണുള്ളൂ. ഇത് മുഴുവൻ അർപ്പിക്കാണ്. ഈ ചന്ദ്രകലകൾക്കാണ് വളർച്ചയും തളർച്ചയും. അല്ലാണ്ട് ചന്ദ്രനല്ല. ചന്ദ്രൻ മനസ്സാണ്. അതിന് തളർച്ചയില്ല, വളർച്ചയില്ല. പക്ഷേ ശരീരത്തിനാണ് തളർച്ചയും വളർച്ചയും. അത് ഒരിക്കലും ബാധിക്കില്ല. അതുകൊണ്ട് ഈ തളരുന്ന സാധനത്തിനെ മഹാദേവനായി അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ അതോടുകൂടി പാപങ്ങൾ പോകുന്നു, വളരുന്നു. വളരാനുള്ള വഴി നമ്മുടെ മനസ്സിനെ കുറിച്ച് പഠിക്കല. അതാരും പഠിക്കില്ല എന്നുള്ളതാണ് വലിയ കുഴപ്പം. എന്നാ പാപങ്ങളില്ലാണ്ടാവും, കർമ്മങ്ങൾ ശരിയാവും. കർമ്മം ശുദ്ധമാക്കാൻ ഒറ്റ വഴിയുള്ളൂ, അനാലിറ്റിക്കൽ സ്റ്റഡി ഓഫ് മൈൻഡ്. സംശയിക്കണ്ട. നമ്മൾ വെറുതെ ഇരിക്കുമ്പോ നമ്മുടെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ ഇന്നലെ അമ്പലത്തിൽ തൊഴാൻ പോയപ്പോൾ അവിടെ ചെന്ന് നടക്കിൽ നിൽക്കുമ്പോൾ ആ വാച്ച്മാൻ ചീത്ത പറഞ്ഞപ്പോൾ എനിക്ക് ക്രോധം വരാൻ കാരണം, എനിക്ക് ക്രോധം വരാൻ പാടില്ലല്ലോ. ചിന്തിക്കൂ. പക്ഷെ നമ്മളെ അപ്പം വാച്ച്മാനെ കുറ്റം പറയുന്നില്ല. ഈ പരദൂഷണം അങ്ങോട്ട് നിർത്തിയിട്ട് ആത്മദർശനം, ആത്മവിമർശനം അങ്ങോട്ട് തുടങ്ങിയാൽ ഉടനെ ശിവദർശനം സാധ്യമാകുന്നു. ആത്മദർശനത്തിൽ കൂടെ മാത്രമേ ശിവദർശനം സാധ്യമാകൂ. ശരീരം കൊണ്ട് സാധ്യമല്ല. അതാണ് കാലത്തെഴുന്നേറ്റ് കുളിച്ചു കഴിഞ്ഞാൽ ഭസ്മ ആലേപനം ചെയ്യുന്നത്. ഭസ്മ എടുത്തിട്ട് നെറ്റിയിലും ഇതൊക്കെ തൊടാൻ കാരണം ഭസ്മിച്ച മഹാദേവനാണല്ലോ. സംശയിക്കേണ്ടതായില്ല. ഇനി അതിലേക്ക് കിടക്കാനുണ്ട്. അതുകൊണ്ട് ഈ സത്സംഗത്തിൽ വന്നിരുന്ന്, സത്സംഗത്തിൽ കുറച്ചു നേരം ഇരുന്ന്, ഇവിടെ 2, 3, 4 മണിക്കൂർ ഇരുന്നാലും ആരും അറിയില്ല. ഭക്ഷണം മറന്നു പോകും. അതല്ല ഈ അമ്പലത്തിൽ പോക്കറ്റടി കൂടുതൽ വരാൻ കാരണം. എന്താ കാരണം? നമ്മളെ മറക്കും. ഇവിടെ വന്നാൽ ഒരു ചർച്ചപ്പെട്ട് ഒരു ചെറിയ കുട്ടിയുടെ കയ്യാ വിട്ടു അമ്മ. ആ ഓട്ടത്തിലേ 3 മണിക്ക് നടക്കുമ്പോഴേ ഓട്ടമുണ്ട്. എന്താ ഓട്ടം അറിയൂ? സ്വന്തം കുട്ടിയെ മറന്നു. കുട്ടിയെ മറന്നിട്ട് കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ സെക്യൂരിറ്റി ഓഫീസർ അനൗൺസ് ചെയ്തു, ഒരു കുട്ടിയെ കൂട്ടം തെറ്റി ഇവിടെ വന്നിട്ട് അമ്മ വന്ന് കൊണ്ടുപോകണമെന്ന്. അമ്മ വന്നപ്പോ സെക്യൂരിറ്റി ഓഫീസർ ചീത്ത പറഞ്ഞു, എന്താ ഈ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട പറഞ്ഞത്? എന്നെ എല്ലാം ചീത്ത പറയണ്ടേ? അതിന്റെ ഉള്ളിൽ ഒരാളിരിക്കുന്ന അയാളെ ചീത്ത പറയാൻ പറഞ്ഞു. അയാളുടെ അത്ര സൗന്ദര്യം ഈ കുട്ടിക്ക് ഉണ്ടോ? ഇവിടെ വന്നപ്പോ അതാത്ര തോന്നി. ഈ ഭാവം വരും അമ്പലത്തിൽ വന്നാൽ. ശരിയായ ഭക്തി, സാത്വികമായ ഭക്തി നമുക്കുണ്ടാകുമ്പോൾ മനം മാറ്റം, ശരീരത്തിന്റെ മാറ്റങ്ങൾ തനിയെ ഉണ്ടാവും. ഈ രാജസഭക്തിയും താമസഭക്തിയും വിട്ടുകൊണ്ട് സാത്വികമായ ഭക്തി, ഭക്തിയെ 3ആയിട്ടാണ് തിരിക്കുക. ഉത്തമ ഭക്തി, മധ്യമ ഭക്തി, പ്രാകൃത ഭക്തി. അധമഭക്തി ഇല്ലല്ലോ, അതുകൊണ്ട് പ്രാകൃത ഭക്തി എന്ന് പറയും. പ്രാകൃത ഭക്തി എന്ന് കാരണം മുളയ്ക്ക്. അതിനാണ് ഈ അമ്പലത്തിൽ വരുന്നത്. ഇങ്ങനെ സ്ഥിരം വന്നുകൊണ്ടിരിക്കണം. അപ്പൊ പ്രാകൃത ഭക്തി എന്താ അറിയോ? മറ്റാൾ ചെയ്യണമൊക്കെ ഞാനും ചെയ്യും. അയാൾ തിരുവാതിര നാളെ ചെയ്തേക്ക് ഞാനും തരും. എന്റെ നാളെ ഏതാന്ന് നോക്കണ്ടേ? ചീട്ടാക്കില്ല. അയാൾ ചീട്ടാക്കിയതൊക്കെ അയാൾ തൊട്ടോർത്തൊക്കെ ഗുരുസ്വാമിയുടെ കൂടെ നടക്കണം. അയ്യപ്പസ്വാമികളെ പോലെയാ ഗുരുസ്വാമി വീണത്താ, അപ്പൊ മറ്റാളും വീണു, എന്റെ വീണ അയാൾ വീണു, ഞാൻ വീണു. അങ്ങനെയല്ല. ഇവിടെ വരുമ്പോ ചിന്തിക്കണം, പഠിക്കണം, അറിവ് നേടണം, എന്നിട്ടേ കർമ്മങ്ങൾ ചെയ്യാവൂ. അങ്ങനെ ഈ സത്സംഗത്തിലിരുന്ന് ഇതാണ് പഠിക്കണം. അവിടെ വെച്ച് ആദ്യം പഠിപ്പിക്കുക ഓം നമഃ ശിവായ. പഞ്ചാക്ഷരാണ് ആദ്യം സത്സംഗത്തിൽ പഠിപ്പിക്കുക. അതുകൊണ്ട് ആ ശിവ പഞ്ചാക്ഷര സ്തോത്രം എന്ന് ചൊല്ലിയിട്ട് നമുക്ക് ശിവമാഹാത്മ്യത്തിലേക്ക് കിടക്കാം. ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ ഇന്ന് വൈകുന്നേരം വരെയായിരുന്നു കഴിയില്ല. ചാക്കിയാൽ പറഞ്ഞ പോലെ തൻ്റെ മുമ്പ് എന്താ കഴിച്ചു വിട്ടതേ, താൻ വന്നാൽ പിന്നെ എനിക്ക് സമയം കിട്ടില്ല. ശരിയാ, ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന ഏതെങ്കിലും ഒരു വരി കിട്ടിയാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും, അതിനെക്കുറിച്ച് പറഞ്ഞു നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ദിവസവും ജപിക്കുക ശിവ പഞ്ചാക്ഷര സ്തോത്രം. മറക്കാണ്ട് കുളിച്ച് വന്നാൽ കാലത്ത് നേരത്തെ നിൽക്കാം. ഒരു 4-4:30 ആകുമ്പോഴേക്ക് എഴുന്നേറ്റ് നല്ല പച്ച വെള്ളത്തിലാണ് കുളിക്കാൻ. ഞാൻ ഇവിടെ ഹീറ്റർ വെച്ചിട്ടില്ല. പച്ചവെള്ളത്തിലാണ് കുളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ആരോഗ്യ ഇരട്ടിയ. സംശയിക്കണ്ട, ഉള്ളുന്ന ആ ശക്തി അങ്ങനെ ഉണരും. അതുകൊണ്ട് ശിവപഞ്ചാക്ഷര സ്തോത്രം ചൊല്ലി നമുക്ക് തുടങ്ങാം. നാഗേന്ദ്രഹാരായ പ്രലോചനായ ഭസ്മാംഗരാജായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ
മംഗീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാരപുഷ്പപുഷ്പപൂരിതായ തസ്മൈ മകാരായ നമഃ ശിവായ. ശിവായ ഗൗരീവദനാരവിന്ദസൂര്യായ ദക്ഷാധ്വരനാശകായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ ശിവായ നമഃ ശിവായ. വസിഷ്ഠകുംഭോദ്ഭവഗൗതമാദിമുനീന്ദ്രദേവാർച്ചിത ശേഖരായ ചന്ദ്രാർക്കവൈശ്വാനരലോചനായ തസ്മൈ മകാരായ നമഃ ശിവായ. ലക്ഷസ്വരൂപായ ജടാധരായ വിനാദഹസ്തായ പ്രനാദനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമഃ ശിവായ. ഓം നമഃ ശിവായ. പുള്ളിയായിട്ട് കഴിഞ്ഞാൽ ഭസ്മം ആദ്യം തൊടുക. ഭസ്മം തൊടുമ്പോൾ രണ്ട് കാര്യം നിർബന്ധം. ഭസ്മം അഗ്നിയാണ്. അപ്പൊ അഗ്നിയായിട്ടുള്ള ഭസ്മം അങ്ങനെ എടുത്ത് തുറന്നുകൊണ്ട് വിരോധമില്ല. അപ്പൊ ശാന്തമാക്കണം. മനസ്സിനെ ശുദ്ധമാക്കി തണുപ്പിച്ചിട്ടേ ഭസ്മം തൊടാവൂന്ന നിയമം. ഭസ്മം അഗ്നിയാണ്. അതുകൊണ്ട് ഈ ഭസ്മം നമഃശിവായ മന്ത്രം ചൊല്ലി ത്രയംബക മന്ത്രം ചൊല്ലിയേ ഭസ്മം തൊടാവൂ. കാലത്തെ നെറ്റ് ഈ നമഃശിവായ പഞ്ചാക്ഷരവും ചൊല്ലി ഈ ത്രയംബക മന്ത്രം. ഏതാ ത്രയംബക മന്ത്രം? ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാൽ. മഹാദേവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്താണ്? ഓം ത്രയംബകം യജാമഹേ. ഞാൻ ത്രയംബകം എന്ന വില്ലിനെ ഇതാ ഞാൻ ആരാധിക്കുന്നു. ഈ ത്രയംബകത്തിനെ മുറിച്ചിട്ടാണ് ആർക്ക് സീത കിട്ടിയത്? ശ്രീരാമസ്വാമിക്ക്. അപ്പൊ ത്രയംബകം വലിയൊരു സാധന. എന്താ ഈ ത്രയംബകത്തിന് 3 മോനെയാണ്. ഏതാ മോനാണ്? അണത്രി. ഏതാ 3 മോനാറിയോ? ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതിനെ നിയന്ത്രിച്ചാലേ, ഇതിനെ ഭേദിച്ചിട്ട് നിർഗുണനായാലേ നിനക്ക് കർമ്മത്തിൽ ജയിക്കാൻ പറ്റൂ, ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. അപ്പൊ ആദ്യം നിർഗുണങ്ങളെ ഭേദിക്കാൻ ശക്തി തരണേ മഹാദേവ. ഈ ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. സംശയമുണ്ടോ? സംശയമില്ല. നമ്മുടെ ഉള്ളിലെ ഏതാണോ ഗുണം അതിനനുസരിച്ച് കർമ്മങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ത്രയംബകം യജാമഹേ സുഗന്ധിം. നല്ല വാസനകൾ. ഏത് വാസന? ജന്മവാസനകൾ ഉണ്ടാകണേ. വാസന എന്ന് പറഞ്ഞാൽ സെന്റ് അടിച്ചിട്ടുണ്ടാവണ വാസനയല്ല, ജന്മവാസനകൾ. പുഷ്ടിവർദ്ധനം. ശരീരത്തിന് നല്ല ശക്തി തരണേ. ഈ ശരീരം കൊണ്ട് വേണം കർമ്മം ചെയ്യാൻ. ഇന്ദ്രിയങ്ങൾക്ക് ശക്തി നൽകണേ. പുഷ്ടിവർദ്ധനം. അടുത്തതാണ് പ്രധാനം. ഊർവാരുകം ഇവ ബന്ധനാത്. ഊർവാരുകം ചെന്നാ വെള്ളരിക്ക. ഈ വെള്ളരിക്ക അതിന്റെ ഞെട്ടിന്നിട്ടൊന്ന് പെട്ടെന്ന് വിട്ടുപോരും. അതെ, ഒന്ന് ചെന്ന് തൊടേ വേണ്ട, അപ്പോഴേക്കും അതൊന്നും ഇട്ട് പോരും. ഇത്രേ ഇതുപോലെ ഒരുപാട് ജീവിത പ്രശ്നങ്ങളാൽ കിടന്ന് ഉഴലുന്ന ഞങ്ങൾക്ക് അങ്ങയോടൊന്ന് അപേക്ഷിക്കാനേ ഉള്ളൂ. എങ്ങനെയാണോ വെള്ളരിക്ക അതിന്റെ ആ ഞെട്ടിയിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോരുന്നത്, അതുപോലെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് പെട്ടെന്ന് മോചനമുണ്ടാകണേ മഹാദേവ. പോരാ, മൃത്യോ. മരണഭയത്തിൽ നിന്ന് രക്ഷിക്കണേ. മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറയാൻ പാടില്ല. കാരണം ജനിച്ചതൊക്കെ മരണത്തിൽ ഉണ്ടാവരുതേന്ന് ആരും പ്രാർത്ഥിക്കരുതട്ടാ. അത്യപകടമാണ്. പിന്നെ നമ്മുടെ താഴെയുള്ളവരൊക്കെ മരിച്ചു പോകും, നമ്മളിങ്ങനെ ജീവിച്ചിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമാവും. അതുകൊണ്ട് ജനിച്ചതൊക്കെ മരിക്കും. മരണഭയമാണ് പ്രശ്നം. മരണം എൻ്റെ കൂടെയുണ്ട്. ഏത് സമയത്താ മരിക്കാനും ശരിയാണ്. ഊണും കഴിക്കാൻ തോന്നില്ല, കാപ്പിയും കഴിക്കാൻ തോന്നില്ല. അങ്ങനെ നടക്കരുത്. അതുകൊണ്ട് മരണഭയം, കർമ്മത്തിനെ അധർമ്മമാക്കുന്നത് മരണഭയമാണ്. ഈ ഭയത്തിനെ മാറ്റണം. എങ്ങനെ മാറ്റം? ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല, ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ്. മരണസമയത്ത്
ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, ആത്മാവിനെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന പരമമായ ആത്മദർശനം ഉണ്ടായി കഴിയുമ്പോൾ അതോടുകൂടി മരണഭയം വിട്ടുപോകുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശിവദർശനത്തിൽ കൂടെ മാത്രമേ ആത്മദർശനം സാധ്യമാകൂ, ആത്മദർശനത്തിൽ കൂടെ മാത്രമേ ശിവദർശനം സാധ്യമാകൂ. കാരണം ആത്മാവ് ഭസ്മം പോലെയാണ്. എന്താ ഞാൻ ആത്മാവ് ഭസ്മം പോലെയാന്ന് പറഞ്ഞത്? വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് ഭസ്മ? അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഭസ്മത്തിന്റെ ക്വാളിറ്റി എന്താ? എല്ലാം കത്തിച്ച് അവശേഷിക്കുന്നതാണ് ഭസ്മം. ആ ഭസ്മത്തിനെ കത്തിക്കാൻ പറ്റുമോ? നോക്കിയില്ല. ഭസ്മത്തിന് ഇത്തിരി പെട്രോൾ ഇട്ട് കത്തിച്ചോ? അത് കത്തില്ല. കെടാനിടുന്നതാണ് ഭസ്മം. അതുകൊണ്ട് എല്ലാം കത്തി അവശേഷിക്കുന്നതാണ് ഭസ്മമെങ്കിൽ ഈ ആത്മാവും അതുപോലെ തന്നെയാണ്. ഈ ശരീരം നശിച്ചാലും അവശേഷിക്കുന്നത് ആത്മാവാണ്. ആ ആത്മാവിന് നാശമില്ല. കുടം നശിച്ചാലും കുടത്തിന്റെ ഉള്ളിലുള്ളതായ സ്പേസ്, ആകാശം നശിക്കുന്നില്ല എന്നതുപോലെ അതുപോലെ ഘടാകാശം എന്ന് പറയാം. ഘടാകാശം, ഘടം കുടം പൊട്ടിക്കാം. ആ കുടത്തിനുള്ള സ്പേസ് എവിടെ പോകും? ആകാശം എവിടെ പോകും? അതവിടെ നിലനിൽക്കുന്നു. അതുപോലെ ഈ ശരീരം നശിക്കുമ്പോഴും ആത്മാവ് അവിടെ നശിക്കുന്നില്ല എന്ന തത്വമാണ് ഭസ്മം തൊടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഭസ്മം തൊടുമ്പോ എന്താ പ്രഖ്യാപനം? രണ്ട് പ്രഖ്യാപന. ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെന്ത് പറയണം? ഞാൻ ആത്മജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നു. പഠിച്ചു കഴിഞ്ഞവരെന്ത് പറയും? ഞാൻ ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ടുപേരും ഭസ്മം തൊടണം. അപ്പൊ സന്യാസി ഭസ്മം തൊടുന്നത് നിർബന്ധമാണ്. ആർക്കും, ഞങ്ങൾക്ക് പൂജാരിമാർക്ക് ബ്രാഹ്മണർക്ക് പൂജയ്ക്കാ കാരണം കുളിച്ചു വന്ന് ഭസ്മം തൊട്ട് ചന്ദനം തൊട്ട് ഒക്കെ വേണം. കാരണമെങ്കിൽ ചന്ദനം പൂജയ്ക്ക് ഇരിക്കുമ്പോഴേ തൊടണം. പക്ഷെ പൂജയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് ഭസ്മം തൊടണം. സംഖ്യപോലും തന്നെ കഴിഞ്ഞ് ഇതിന്റെ മാനസപൂജന സമയത്ത് ചന്ദ്രനൊക്കെ എടുത്ത് തൊണ്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് മുഴുവൻ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ നമശിവായ മന്ത്രം വളരെ പ്രധാനമാണ്. ഈ നമശിവായ എത്ര അക്ഷരങ്ങളാ? 5 അക്ഷരങ്ങൾ. ന മ ശി വ യ. നമ്മുടെ ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയതാ? പഞ്ചഭൂതങ്ങൾ. ആ സംശയമില്ലല്ലോ അല്ലെ? പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാ. അപ്പൊ ശരീരത്തിൽ എത്ര സാധനങ്ങളാ? 24 സാധനങ്ങൾ എന്നാണ് സാഖ്യയോഗം പറയാ. 24 സാധനങ്ങൾ ഏതൊക്കെയാ? പഞ്ചഭൂതങ്ങൾ 5, പഞ്ചതന്മാത്രകൾ 5, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. അപ്പൊ 20ആയി. ഇതൊക്കെ പുറത്താ. പക്ഷെ ഉള്ളിൽ 4 എണ്ണുണ്ട്. ഏതൊക്കെയാ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. സാഖ്യയോഗം നന്നായി പഠിച്ചോട്ടാ. കപിലമുനി പഠിപ്പിച്ച സാഖ്യയോഗയിലെ നാരായണീയത്തിലെ 15-ാം ദശകം അതിന്റെ 2ാമത്തെ ശ്ലോകം പ്രകൃതി എന്തൊക്കെ പറയുന്ന 2ാമത്തെ ശ്ലോകത്തെ പഠിക്കുക. നമ്മുടെ ശരീരത്തിൽ 24 സാധനങ്ങളാ. അതിൽ ഏറ്റവും പ്രധാനം ഏതാ? പഞ്ചഭൂതങ്ങൾ. ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ സംസ്കരിക്കുമ്പോ എന്താ ചെയ്യണത്? ഭൂമിയിലേക്കും വെള്ളം വെള്ളത്തിലേക്കും ആകാശത്തിലേക്കും ഇങ്ങനെ ഇതാണ് പഞ്ചീകരണം എന്നാ പറയാം ഞങ്ങള് സംസ്കാരത്തിന്. പഞ്ചീകരണ പ്രക്രിയ ചെയ്യുക. അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. ഈ ശരീരം ഒരു ആത്മാവ് സ്വീകരിക്കുന്നു. അത് ഭൂമിയിൽ വന്ന് അതിന്റെ കർമ്മം കഴിയുന്നു. കർമ്മം കഴിഞ്ഞാൽ മടങ്ങിപ്പോണു. അതിന് പരിഭ്രമിക്കണം എന്തിനാ? കരയണത് എന്തിനാ? കരയണവരാരാ അറിയോ? ഏൽപ്പിച്ച പണി ചെയ്യാത്തവരാ. എന്താ ഏൽപ്പിച്ച പണി? ഒന്നേ ഉള്ളൂ. ഒരൊറ്റ പണി മനുഷ്യൻ ചെയ്യാനുള്ളൂ. ഒരൊറ്റ പണി. എന്താ? അറിവ് നേടുക, മനസ്സമാധാനം കൈവരിക്കുക. ഇതാണ് മനുഷ്യന്റെ പണി. പക്ഷെ അസമാധാനം ഉണ്ടാക്കുക. അമ്പലത്തിൽ തൊഴാൻ വന്നിട്ട് പോലും സമാധാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ എന്താ കാര്യം? സപ്താഹത്തിന് പോയിരുന്നിട്ട് അവിടെ തന്നൂടാൻ നിൽക്കുക. എനിക്ക് മുമ്പിലിരിക്കണം, എനിക്ക് പിമ്പിലിരിക്കണം, എനിക്ക് അവിടെ നിൽക്കണം, എനിക്ക് ആചാര്യന്റെ പഠിക്കാം. എന്തിനീ ലഹള കൂട്ടുന്ന? അടങ്ങിയൊതുങ്ങിയിരിക്കുമ്പോ മനസ്സിന് സമാധാനപൂർണ്ണമാക്കൂ. മനസ്സിന് സമാധാനപൂർണ്ണമാക്കുന്ന ആഘോഷങ്ങളും ആചാരങ്ങളും ഇതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. ഇന്നലെ താലപ്പൊലി കണ്ട് നിന്നപ്പോ നമ്മുടെ മനസ്സെത്ര തറഞ്ഞു. അമ്മയുടെ പ്രതിരൂപമായ വെളിച്ചപ്പാടങ്ങളുള്ളി ആകത്താണ്ട് കഴിച്ചിട്ട് തന്റെ ശരീരമാകുന്ന പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയ ശരീരത്തിലേക്ക് ആ മഞ്ഞപ്പൊടിയും കുങ്കുമവും അങ്ങനെ അർപ്പിച്ചു കഴിഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് അർപ്പിച്ചുകൊണ്ട് അമ്മയായിത്തീരുന്ന ആ ധന്യഭാവങ്ങൾ കണ്ടപ്പോ നമ്മുടെ മനസ്സ് കൊതിച്ചു. എപ്പോഴെങ്കിലും കൊതിച്ചുണ്ടാവും ഇതുപോലെ ഒന്ന് തുള്ളാൻ ഒരു അവസരം കിട്ടണേന്ന്.
ഇതുപോലെ അമ്പലത്തിൽ കയറി സുരേഷ് ഗോപി പറഞ്ഞില്ലേ, ഞാൻ അടുത്ത ജന്മം ആ ശബരിമല അമ്പലത്തിലെ ആ തന്ത്രിയുടെ കുടുംബത്തിൽ എനിക്ക് ശരിയാണെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എത്ര ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ മേശാന്തി ആഗ്രഹിക്കാത്തവരായിട്ട് ആരുണ്ട്? എല്ലാവരും ആഗ്രഹിക്കും, അത് തെറ്റില്ല, ആ ആഗ്രഹമാണ്. അതുകൊണ്ട് ഈ നമശിവായ എന്ന് പറയുന്ന ഈ 5 അക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം നകാരം ഏതിയെ സൂചിപ്പിക്കുന്നു? ഭൂമിയെ സൂചിപ്പിക്കുന്നു. ഭൂമിയെ സൂചിപ്പിക്കുന്നതാണ് നകാരം. സംശയിക്കേണ്ട, അടുത്തങ്ങ് പഠിച്ചോളൂ. അപ്പൊ പഞ്ചാക്ഷര ജപം എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ ശുദ്ധമാക്കാനാ. ഈ ശരീരത്തിലുണ്ടായ മാലിന്യങ്ങളെ നമശിവായ മന്ത്രം നകാരം ഭൂമിയെ സൂചിപ്പിക്കുന്നു, മകാരം ജലത്തിനെ സൂചിപ്പിക്കുന്നു. ശികാരം ശി എന്ന അക്ഷരം അഗ്നിയെ സൂചിപ്പിക്കുന്നു. വാ എന്ന് പറയുന്ന അക്ഷരം വായുവിനെ സൂചിപ്പിക്കുന്നു. യ എന്ന അക്ഷരം ആകാശത്തിനെ സൂചിപ്പിക്കുന്നു. ഒന്നുകൂടി കേട്ടോളൂ. നകാരം ഭൂമി, മകാരം ജലം, ശികാരം അഗ്നി, വകാരം വായു, യകാരം ആകാശം. അപ്പൊ നമശിവായത് ധൃതി പിടിച്ചിട്ട് ചെല്ലരുതട്ടാ. ഇങ്ങനെയല്ല ചെല്ലേണ്ടത്. അങ്ങനെ ചെല്ലിയ ചെറിയ അക്ഷരങ്ങളൊന്നും ശുദ്ധാവില്ല. അപ്പൊ അതുകൊണ്ട് നമശിവായ പതുക്കെ മാത്രം ശരിയാക്കി പതുക്കെ ചെല്ലണേ. ധൃതി പിടിച്ച് കാപ്പിക്ക് വെള്ളം വെച്ചിട്ട് ഇരുന്നിട്ട് ലഹരി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് 2 നമശിവായ ചെല്ലാൻ കൂട്ടുന്ന നാളികരണ പോലെ ഇട്ടിട്ട് കാര്യമില്ലേ? തിരക്കുണ്ടെങ്കിൽ തിരക്ക് കഴിഞ്ഞിട്ട് ജപിച്ചാൽ മതി. ചിലവരുണ്ട് ഞാൻ ദിവസം കാലത്ത് ജപിക്കും, ആ ജപം പറ്റില്ല. കാലത്ത് ജപിക്കുന്ന ഞാൻ ഭാഷയോട് കൂടിയായിരിക്കണത്. ഭാഷയോട് കൂടിയ ഒരു കർമ്മം ചെയ്യാൻ പാടില്ല. ഭാഷയോട് കൂടി ആധ്യാത്മിക കർമ്മങ്ങൾ ചെയ്യരുത്. ഞാൻ 5 പ്രാവശ്യം തൊഴും ദൈവാരാധന എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യ. അതുകൊണ്ട് എത്ര എണ്ണം തൊഴുന്നല്ല, നോട്ട് ദ ക്വാണ്ടിറ്റി, ദ ക്വാളിറ്റി. നിങ്ങൾ ഒരു നാമം ചെയ്യാൻ മതി. തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കലൊരു ദിനം ജപി കണ്ടത് കേട്ടു എന്നായാലും അത്രയും വേണം. അതുകൊണ്ട് ഈ പഞ്ചാക്ഷരങ്ങളെ ഇത് നിങ്ങൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനം കണ്ടോ? പൂജയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കാന്നറിയോ? 6 സാധനം. ശരിക്കും പൂജയ്ക്ക് 6 സാധനമേ ഉള്ളൂ. ഏതൊക്കെയാ? ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം, പിന്നെ നേദ്യം. ഏതൊക്കെയാ സാധനം എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും? പൂജ പഠിക്കണം. പൂജയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ആ കിണ്ടിയിൽ വെച്ചിട്ടുണ്ടാവും, കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും, ശംഖ് വെച്ചിട്ടുണ്ടാവും, ചന്ദനോളം വെച്ചിട്ടുണ്ടാവും, കൊടിവിളക്ക് വെച്ചിട്ടുണ്ടാവും, ധൂപക്കുറ്റി വെച്ചിട്ടുണ്ടാവും, മണിയും വെച്ചിട്ടുണ്ടാവും, നേദ്യം കൊണ്ടൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടാവും. ഇത് നമശിവായും തമ്മിലുള്ള ബന്ധം എന്താണ്? പഞ്ചഭൂതങ്ങളുടെ സമർപ്പണമാണ് പൂജ. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയ ശരീരത്തിന് സമർപ്പിക്കലാണ് നേദ്യം. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളെ ആദ്യം ഓരോന്നായിട്ട് അർപ്പിക്കും. ഏതൊക്കെ? നകാരം ഏതാ? ഭൂമിയിലെ. നകാരം ഭൂമിയാണെങ്കിൽ പൂജയിലേതാ? അതാണ് ചന്ദനം, ഗന്ധം. അപ്പൊ നകാരം എന്ന് പറയുന്നത് ഭൂമിയാണ്. അത് പൂജയിൽ വരുമ്പോൾ അത് ഗന്ധമായി ചന്ദനമായി അർപ്പിക്കുന്നു. അതിന്റെ മന്ത്രമാണ് ഓം ലം പൃഥിവ്യാത്മനാ ഗന്ധം കൽപ്പയാമി. ചന്ദനോടത്തിൽ തുളസിയുടെ എല്ലാം തൊട്ടിട്ട് ആ കഴുത്തൊട്ടിട്ട് ഇങ്ങനെ അർച്ചിക്കണ കാണാം. അപ്പൊ ഈ മന്ത്രത്തില്ല ഓം ലം പൃഥിവ്യാത്മനാ ഗന്ധം കൽപ്പയാമി. സമയത്രീ കുറയോ? സമയം പോകുന്നില്ലേ? അതാണ് കുഴപ്പം. ഈ സത്സംഗത്തിന്റെ കുഴപ്പം എന്താ അറിയോ? സമയം പോവും. നമ്മുടെ ജീവിതത്തിന് അതാ കുഴപ്പട്ടോ. എത്ര വയസ്സായി നമുക്കൊക്കെ? എനിക്കിനി 75ആയി. ഇനിയിപ്പോ എത്ര കൊല്ലണ്ട്? ചിലപ്പോ ഇവിടുന്ന് ഇറങ്ങുമ്പോ തന്നെ പോവാം. പറയാൻ പറ്റിയ എന്തൊക്കെയാ ഉണ്ടാവുക ആര് കണ്ടു? അതുകൊണ്ട് കിട്ടുന്ന സമയത്തിനെ വളരെ ചിന്തിച്ച് പഠിക്കാനുള്ള വിഷയങ്ങളെ കുറിച്ച് പഠിക്കുക. അഹങ്കാരമില്ലാതെ പഠിച്ചെടുക്കുക, വിനയത്തോടുകൂടി പഠിച്ചെടുക്കുക. അതുകൊണ്ട് നകാരം എന്ന് പറയുന്ന നമശിവായയുടെ ഭൂമി പൂജയിൽ വരുമ്പോൾ അത് ചന്ദനമാക്കിക്കൊണ്ട് ആ മന്ത്രം ചൊല്ലി അർപ്പിക്കുന്നു. ഇനി ശംഖില ജലം, മകാരം ജലം, അത് ശംഖില ജലമാണ്. ശംഖുപൂരം നടത്തുമ്പോൾ ചെല്ലുന്ന മന്ത്രം അറിയാലോ നിങ്ങൾക്ക്. എന്താ? 7 നദികളുടെ ജലത്തിനെ വായിക്കുക. ഏതൊക്കെയാ? യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഇത് ജപിക്കാണ്ട് പറ്റില്ല.
ഇനിയിപ്പോ കിണ്ടിയിലാണ് ആദ്യം വെള്ളം ഒഴിക്കുക. കിണ്ടിയിലെ വെള്ളം ആദ്യം തൊട്ട് ശുദ്ധാക്കണം. കിണ്ടി എന്ന് വേണം ശങ്കിലേക്ക് ഒഴിക്കാനേ. അപ്പൊ കിണ്ടിയിലെ വെള്ളം ആദ്യം ആവാ ശിവ സന്തു ശുഭ ശുദ്ധാത്മല പവന ശീതള ശൈവ ശിവ സൂര്യരശ്മി എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രമുണ്ട്. ആ കിണ്ടിയിലെ വെള്ളം തൊട്ട് ഇങ്ങനെ വിരലും തൊട്ട് ജപിക്കണം. മന്ത്രജപം ചെയ്താൽ മാത്രമേ ശുദ്ധമാവുകയുള്ളൂ. ജലമായാലും മനസ്സായാലും ശരീരമായാലും മന്ത്രം ജപിക്കണം. മനനം ചെയ്യുന്നവനെ പ്രാണനം ചെയ്യുന്നതാണ് മന്ത്രം. മന്ത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? മനനം ചെയ്യുന്നവനെ പ്രാണനം ചെയ്യുന്നതാണ് മന്ത്രം. അതായത് ഒരു നാമം ചൊല്ലുമ്പോൾ ആ നാമത്തിന്റെ അർത്ഥം എന്താണ്, നാമത്തിന്റെ അക്ഷരങ്ങൾ എന്താണ്, ഈ അക്ഷരങ്ങളുടെ സൂചന എന്താണ് എന്നെടുത്ത് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണേ. നമ്മൾ പ്രാവർത്തികമാക്കണമെന്നാ കുഴപ്പമേ. പഠിക്കാനൊക്കെ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഒരാളോട് ഗുരുവായൂർ മഠത്തിന്റെ അയാൾ ചെരുപ്പിട്ട് അകത്ത് കിടക്കരുത് എന്ന് എഴുതിയിട്ട് അയാൾ ചെരുപ്പെടുത്ത ഒരു കവറിൽ പോയി ബാഗിന്റെ ഉള്ളിൽ വെച്ച് അമ്പലത്തിന്റെ ഉള്ളിൽ. അപ്പൊ അയാൾ ചോദിച്ചിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ചെരുപ്പ് കാലും പറ്റരുതെന്ന്. അപ്പൊ കാലും പറ്റില്ല. അങ്ങനെയല്ല, ചിന്തിക്കണം. എന്താണ് ഈ ചെരുപ്പ് കിടക്കാൻ പാടാത്തത്? എന്താണ് പെയിന്റ് ഇട്ട് കിടക്കാൻ പാടാത്തത്? എന്താണ് മുണ്ട് ചുറ്റി വരണം എന്ന് പറയുന്നത്? എന്താണ് ഇപ്പൊ സാധിക്കാൻ കയറി ഷർട്ടിട്ട് പൂജ വെച്ചുകൊണ്ടിരുന്ന കുഴപ്പം? ചിന്തിക്കാനുണ്ട്, ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഈ ചിന്തയാണ് നമ്മുടെ ക്ഷേത്ര ആചാരങ്ങൾ വളരെ പ്രസക്തമായി എടുക്കാൻ കാരണം. അതുകൊണ്ട് നഗാരം കഴിഞ്ഞു, മകാരം കഴിഞ്ഞു. ഇനി ശികാരം. ഏതാ ശികാരം? അഗ്നിയാണ്. അഗ്നി ഭൂമിയിലേതാ? കൊടിവിളക്കിലെ അഗ്നി കത്തിച്ചു വെച്ച കൊടിവിളക്കിലെ അഗ്നിയാണ് ശികാരം. അതിനെങ്ങനെ അർപ്പിക്കാം? ഓം ബ്രഹ്മജ്ഞാത്മനാദീപം കൽപ്പയാമി. മണിയടിച്ചിട്ട് ഈ കൈകൊണ്ട് മണിയടിക്കും, ഈ കൈകൊണ്ട് ദീപം ഇങ്ങനെ കാണിക്കും. ഇതിങ്ങനെ അടിച്ചു പോകാൻ എളുപ്പമല്ലാട്ട. അത് രണ്ടും കൂടി ഒരുമിച്ച് പോകാൻ എളുപ്പമല്ലാട്ട. ഇതടിക്കുമ്പോൾ അങ്ങോട്ട് നീങ്ങുന്നത് അങ്ങോട്ട് ഇങ്ങനെ സാധാരണ ഇങ്ങനെ കാണാറ് നിൽക്കണോടെ അടിക്കണോടെ. അതൊന്നും പ്രാക്ടീസാണ്. അത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ആ അഗ്നിക്കും ഈ ജലത്തിനും അഗ്നിക്കും രണ്ടും ശുദ്ധാക്കുന്ന സാധനം. ജലവും ശുദ്ധാക്കും, അഗ്നി ശുദ്ധാക്കും. പക്ഷേ ജലത്തിന് ഇല്ലാത്തൊരു കഴിവ് അഗ്നിക്കുണ്ട്. എന്താ അറിയൂ? ജലം മറ്റുള്ള സാധനങ്ങൾ ശുദ്ധമാക്കുമ്പോഴേയും അറിയാതെ അവനവനും കുറച്ചാ ശുദ്ധാവും. കുറച്ച് ചളി തണ്ടനകത്തേക്ക് വരും. കുറച്ചു നേരം ഇരുന്നാലേ ആ ചളി താഴേക്ക് അടിയുള്ളൂ. ജലത്തിന് അങ്ങനെ കുഴപ്പമുണ്ട്. എന്നാൽ അഗ്നിക്കോ? അഗ്നിയിൽ നിങ്ങൾ എന്തിട്ടോ അഗ്നി മുഴുവൻ അത് വലിച്ചെടുക്കുമെങ്കിലും ഒന്നും സ്വീകരിക്കുന്നില്ല, ഒന്നുമായിട്ടും ബന്ധമില്ലാതാകുന്നു. അതുകൊണ്ട് അഗ്നിശുദ്ധി ചെയ്തിട്ടെ. അതാണ് സീതയെ സ്വീകരിക്കുമ്പോൾ രാമൻ എന്താ ചെയ്തത്? അഗ്നിശുദ്ധി ചെയ്തിട്ടാ സ്വീകരിച്ചത്. ഈ അഗ്നിശുദ്ധി ചെയ്തിട്ട് വേണം എല്ലാം ചെയ്യാൻ. അതാണ് നമ്മൾ വീട്ടിലെ ഗൃഹപ്രവേശ സമയത്ത് ആദ്യത്തെ ഗണപതി ഹോമം നടത്തണം. എന്തിനാ അറിയോ? ഈ അഗ്നിശുദ്ധി വരുത്താനാ. ഈ അഗ്നിശുദ്ധി വരുത്തിയാൽ അതോടുകൂടി സകലം പോകുന്നു. പിന്നെ വകാരം വായു. വായു ഏതാ? അതാണ് ധൂപം. ധൂപക്കുറ്റിയിലെ പുകയിട്ടിട്ട് ആ ധൂപക്കുറ്റിയിലെ പറയും ഓം യം വായു അനാധൂപം കൽപ്പയാമി. അത് കഴിഞ്ഞാൽ ആകാശം എടുക്കുക. ഈ ആകാശം ഏതാ? 5 സാധനങ്ങളിൽ ഒരുക്കി വെച്ചാൽ 5ാമത്തെ സാധനം ഏതാ അറിയോ? പുഷ്പം. പുഷ്പമാണ് ആകാശം. ആകാശമായി സങ്കല്പിക്കുക. ഭക്തന്റെ മനസ്സാണ് പുഷ്പം. അതാണ് പുഷ്പാഞ്ജലിക്ക് ഇത്ര പ്രാധാന്യം വരാൻ കാരണം. നമ്മൾ പുഷ്പാഞ്ജലിക്ക് ശ്രദ്ധ കൊടുക്കുമ്പോഴേ പ്രാർത്ഥിച്ചോളൂ. അവിടെ ഭക്തന്റെ നമ്മുടെ മനസ്സ് അവിടെ വെക്കണേ. നമ്മുടെ മനസ്സ് ഭഗവാൻ ശുദ്ധീകരിക്കാൻ കൊടുക്കുക. ഈ പുഷ്പാഞ്ജലി മേശാന്തിയുടെ കയ്യിൽ നമ്മൾ ആ പുഷ്പാഞ്ജലിയുടെ ശ്രദ്ധ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിലെ ആ പുഷ്പത്തിൽ കൂടെയാ. അത് പുഷ്പം. അതാണ് ഈ പുഷ്പം സമർപ്പിക്കുന്ന പത്രം പുഷ്പം ഫലം തോയെന്ന കുര്യാലിനോട് പറഞ്ഞു, കുര്യാലാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നിനക്ക് ഒന്നും അർപ്പിക്കാനില്ലെങ്കിലും നീ 4 സാധനങ്ങൾ അർപ്പിച്ചു കൊള്ളുക. ഏതാ? പത്രം, പുഷ്പം, ഫലം, തോയം. അതിൽ പുഷ്പം പറഞ്ഞു. എന്താ പുഷ്പത്തിന്റെ സ്ഥാനം എന്നറിയോ? എന്താ സ്ഥാനം എന്നറിയോ? ഭക്തന്റെ മനസ്സിനെ ഭഗവത് പാദത്തിൽ എത്തിക്കുന്നത് പുഷ്പം. അത് കഴിഞ്ഞാൽ ഈ പുഷ്പം തന്നെയാണ് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ആ ശുദ്ധീകരിച്ച മനസ്സിനെ തിരിച്ച് ഭക്തന്റെ കയ്യിലെത്തിക്കുന്നത് ഈ പുഷ്പമാണ്. അതുകൊണ്ട് ഈ പഞ്ചഭൂതങ്ങളെ സമർപ്പിക്കലാണ് നമശിവായ മന്ത്രം ചെല്ലുമ്പോൾ നാം ചെയ്യുന്നത്. ഇതിന്റെ എല്ലാം പിതാവായ ആ മാതാമേ പാർവതീ ദേവി പിതാദേവോ മഹേശ്വര ബന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം എന്ന സങ്കല്പത്തിൽ പിതാവായ ഈ ലോകപിതാവായ ആ മഹാദേവന്റെ മുമ്പിൽ തപശിവായി ചൊല്ലി അർപ്പിക്കുമ്പോൾ അങ്ങ് തന്ന ഈ ശരീരത്തിനെ ഞാൻ ഈ മന്ത്രം കൊണ്ട് ശുദ്ധീകരിക്കുന്നു. ഇപ്പൊ കാലത്ത് എന്നിട്ടൊരു 108 നമശിവായ ചെല്ലാൻ സാധിച്ചാൽ
കൂട്ടത്തിൽ ഗായത്രിയും ജപിച്ചോളൂ. ഗായത്രി തന്നെ ജപിച്ചാൽ അതോടുകൂടി ഇതൊക്കെ ഈ പഞ്ചഭൂതങ്ങളുടെ ഒരൊറ്റ ക്ഷേത്രം ഞാൻ കാര്യമായിട്ട് കണ്ടല്ലോ. 4 ക്ഷേത്രങ്ങൾ, 5 ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. നിങ്ങൾ പോയിട്ടായിരിക്കും മിക്കവാറും. 5 ക്ഷേത്രങ്ങൾ, പഞ്ചഭൂത ക്ഷേത്രങ്ങൾ എന്നാ അതിനെ വിളിക്കുക, അല്ലെങ്കിൽ നമശിവായ ക്ഷേത്രങ്ങൾ. ഏതൊക്കെ അറിയോ? നഗാരം ഭൂമിയാണെങ്കിൽ ആ ഭൂമിയുടെ ക്ഷേത്രമാണ് കാഞ്ചീപുരം. പറ്റിച്ചൊന്ന് യാത്രാർത്ഥികളോട്ടാ കുറച്ച് പൈസ ചെലവാക്കാണ്ടേ, സ്വർണ്ണം എടുക്കാണ്ടേ, സാരി എടുക്കാണ്ടേ ഒക്കെ കരുതിയിട്ട് ആ പൈസ ഒക്കെ എടുത്തിട്ട് പൊക്കോളൂ, എന്നിട്ട് ഇവിടേക്ക് ഒന്ന് പോയി വന്നുള്ള പാപം പോയി കിട്ടും. മകാരം ജലം, അതേതാ? തിരുച്ചിറപ്പള്ളി. ശികാരം അഗ്നിയാണ്, അത് തിരുവണ്ണാമല. രമണ മഹർഷിയുടെ പ്രാധാന്യത്തിന് സൂചിപ്പിക്കുന്ന തിരുവണ്ണാമല. വകാരം വായു, കാളഹസ്തി. യകാരം ആകാശം, ചിദംബരം. അപ്പോ കാഞ്ചീപുരം, തിരുച്ചിറപ്പള്ളി, തിരുവണ്ണാമല, കാളഹസ്തി, ചിദംബരം. ഈ 5 ക്ഷേത്രങ്ങളിൽ പോയിക്കൊടുന്ന് ഈ നമശിവായ ജപിച്ച് കാലത്ത് എന്നിട്ടാൽ കുളിച്ചു കഴിഞ്ഞാൽ ഒരു 108 നമശിവായ ജപിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാവൂ. കൂട്ടത്തിൽ ഗായത്രി. ഓം ഭൂർഭുവസ്വ തൽസവിതോ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. ഈ ഗായത്രി ജപം അങ്ങോട്ട് കഴിഞ്ഞ് ഈ നമശിവായ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ശിവശക്തി സംയോഗമായി എന്നാണ് ഞങ്ങൾ പറയാം. ശിവനും ശക്തിയും കൂടി അങ്ങോട്ട് യോജിക്കും. ശിവനും ശക്തിയും കൂടി യോജിച്ചാൽ അതാണ് അഷ്ടാംഗ യോഗത്തിൽ ചെയ്യുന്നത്. അഷ്ടാംഗ യോഗത്തിൽ യോഗ ക്ലാസ്സിൽ ഇപ്പൊ നടക്കണ്ടോ എന്നൊക്കെ അറിയില്ല. യോഗ ക്ലാസ്സിൽ ആൾക്കാർ ചാടണ്ട്, ഇരിക്കണ്ട, മലാസനത്തിലിരിക്കണ്ട്, ശവാസനത്തിലിരിക്കണ്ട്. ഇത് നേടുന്നുണ്ടോ നോക്കണട്ടാ. ഏത്? ശിവശക്തി സംയോഗം മൂലാധാരത്തിൽ. ഇനിയിപ്പോ നമുക്ക് നോക്കാം, ഓരോന്നടുത്ത് നോക്കിയാൽ എത്ര ചക്രങ്ങളാണ് നമുക്ക്? 6 ചക്രങ്ങൾ. അതിൽ 5 പഞ്ചഭൂതങ്ങളാ. മൂലാധാരം, പിന്നെ ഏതാ? സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഇത് നമശിവായി തമ്മിൽ ബന്ധാ. ആദ്യത്തെ ഏതാണ്? ആദ്യത്തെയാണ് ഭൂമി. ഭൂമി തത്വമായ മൂലാധാരം. അത് ഏതായി? ആ എന്ന് പറയുന്ന അക്ഷരം അവിടെയായി. അപ്പൊ നമ്മൾ നമശിവായി ജപിക്കുമ്പോ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? മൂലാധാരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ ലളിതാസഹസ്രം ജപിക്കുമ്പോ 3 ഗ്രന്ഥികളെ കുറിച്ച് പറയില്ലേ? ഏതാ? ബ്രഹ്മഗ്രന്ഥി വിഭേദിനി, വിഷ്ണു ഗ്രന്ഥി വിഭേദിനി, രുദ്രഗ്രന്ഥി വിഭേദിനി. അതിൽ ആദ്യത്തെ ഗ്രന്ഥിയിലാണ് 2 ഗ്രന്ഥികൾ വരെ. ഏതൊക്കെയാ? മൂലാധാരവും സ്വാധിഷ്ഠാനവും. രണ്ടാമത്തേത് സ്വാധിഷ്ഠാന ചക്രം, അഗ്നിതത്വമായ സ്വാധിഷ്ഠാനം. അപ്പൊ അതെവിടെയാ? ജനനേന്ദ്രിയത്തിന്റെ തൊട്ട് മുകളിലാണ് അഗ്നിതത്വമായ ഈ സ്വാധിഷ്ഠാന ചക്രം നിൽക്കുന്നത്. മൂന്നാമത്തേത് നാഭിയിൽ പൊക്കിളിന്റെ ഉള്ളിലുള്ളതായ ആ മണിപൂരകം എന്ന് പറയുന്ന ജലതത്വമായ ചക്രം. അത് മകാരം എന്ന് പറയുന്ന മകാരം. പിന്നെയോ അത് കഴിഞ്ഞാൽ അഗ്നി കഴിഞ്ഞു, ശികാരം വായിച്ചല്ലോ നമ്മള്. മണിപൂരം കഴിഞ്ഞു. പിന്നെ വായു തത്വം. ഏതാ? അനാഹതം. ഹൃദയം, മനുഷ്യന്റെ ഹൃദയം, ഭക്തന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ഈ വായുതത്വമായ ഈ ചക്രം. അത് കഴിഞ്ഞാൽ വിശുദ്ധി, കണ്ഠത്തിലുള്ളതായ വിശുദ്ധി ചക്രം, ആ ആകാശതത്വമായ വിശുദ്ധി ചക്രം. അപ്പൊ അവിടുന്ന് മൂലാധാരത്തെന്ന് നമ്മൾ നമശിവായ ചെല്ലാൻ തുടങ്ങിയാൽ ആരാ നീക്കാന്നറിയോ? ശിവനല്ല നീക്കുക. ശിവൻ തലയുടെ മുകളിലായിരിക്കണത്. അവിടെയാ ആരാ നീക്കുക? അമ്മ കുണ്ടലിനി ശക്തി. ഈ കുണ്ടലിനി ശക്തി നമ്മൾ നമശിവായ ചെന്നിട്ട് നഗാരം എന്ന് പറയുന്ന അക്ഷരം നമശിവായ ചെന്ന മൂലാധാരത്തിൽ നിന്ന് തൊടുന്നതോടുകൂടി മൂലാധാരത്തിൽ ഒരു ത്രികോണത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആ കുണ്ടലിനി ശക്തി, അതിനാണ് ലളിതാസഹസ്രനാമത്തിൽ എന്ന് പറയുന്ന കാരണം. ആ താമര വളയത്തിന്റെ ഉള്ളിലുള്ള നൂല് പോലെ കനം കുറഞ്ഞ ആ കുണ്ടലിനി ശക്തി ഈ നമശിവായ മന്ത്രം ചെല്ലുമ്പോൾ അവിടെ നിന്ന് ചാടി പുറത്തേക്ക് വരുന്നു. എന്നിട്ട് 5 ചക്രങ്ങളെയും ഭേദിച്ച് മുകളിലേക്ക് പോകുന്നു. അങ്ങനെ ആ ചക്രങ്ങളെ ഭേദിക്കുന്നതുകൊണ്ട് ചക്രവിഭേദിനി എന്ന് പറയുന്ന അമ്മ
അവസാനത്തെ ചക്രമായ മനഃതത്വമായ ആജ്ഞാചക്രത്തിനെയും, എവിടെ ആജ്ഞാചക്രം? മനസ്സാണ് ആറാമത്തെ ചക്രം. അതാണ് ഈ നടുവിലെ രണ്ട് പുരിയങ്ങളുടെ നടുവിലാണ്. അതാണ് ഈ അടിക്കാൻ വരുന്നവർ ഈ പാറിന്റെ കളരി പരിച്ചവർക്ക് അടിക്കാൻ വരുമ്പോൾ ആദ്യം വിരൽ ചൂണ്ടും. അതാണ് ഒരാൾ വിരൽ ചൂണ്ടിയാൽ നമുക്ക് ദേഷ്യം വരാൻ കാരണം എന്താ അറിയോ? നമ്മുടെ മനസ്സിനെ അവൻ കൺട്രോൾ ചെയ്യും. അപ്പൊ ദേഷ്യം വരും. ഇത് ഇവിടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ഇവിടെയാണ്, ഇവിടെ നിങ്ങളാണ് ധ്യാനം. ധ്യാനത്തിന്റെ നിയന്ത്രണം ഇവിടുന്ന. അങ്ങനെ ധ്യാനം ചെയ്ത് കുണ്ടലിനി ശക്തി ഉണർത്തി. അതാണ് സൗന്ദര്യ ലഹരിയിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ ചൊല്ലിയത്. ശിവശക്തിയായുക്തോ യദി ഭവതി ചക്രപ്രപതിതം നചേദേവം ദേവോ നഖലുകുചലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യം ഹരിഹരവിരിഞ്ചാതിവിരവി പ്രബന്ധം സ്രോതം വാദനം അഗതപുണ്യപ്രഭവതി. ഈ ശിവശക്തി സംയോഗം ജീവിതത്തിൽ സാധിച്ചില്ലെങ്കിൽ എന്ത് പ്രയോജനം? മനസ്സിന് സമാധാനം കിട്ടാത്തതിന്റെ കാരണം അറിയോ? അമ്മ അച്ഛനും വേറെ വേറെ ഇരിക്കുക. അമ്മ കുണ്ടലിനി ശക്തിയാ, അച്ഛൻ മഹാദേവനാ. ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തി നട്ടലിന്റെ ഉള്ളിലുള്ള സുഷുമ്നയിൽ കൂടെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ ചെത്തിച്ച് ആ മഹാദേവനുമായി ബന്ധിപ്പിക്കുമ്പോൾ, ആ മഹാദേവനും പാർവതിയും കൂടി ആനന്ദ നൃത്തം തുടങ്ങുമ്പോൾ ഭക്തൻ ആനന്ദമുണ്ടാകുന്നു. അച്ഛനെയും അമ്മയെയും വീട്ടിൽ വളർത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മക്കൾക്ക് ആനന്ദമുണ്ടാകാം. അല്ലാണ്ട് വാർദ്ധക്യ കുടുംബത്തിൽ കൊണ്ടുപോയിട്ട് ആക്കിയാൽ, ഓൾഡ് ഏജ് ഹോമിലോ കൊണ്ടുവയ്ക്കാൽ മക്കൾക്ക് ആസ്വദിക്കാൻ പറ്റുമോ? അതുപോലെ അച്ഛനെയും അമ്മയെയും വേറെയാക്കി ഇരുത്തരുതേ, അവരെ ഒരുമിച്ചിരുത്തണേ. മക്കളുടെ ആദ്യത്തെ ഉത്തരവാദിത്വം അതാണ്. അച്ഛനെയും അമ്മയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഇത് വലിയൊരു പ്രാക്ടിക്കൽ സ്റ്റഡിയാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെ. ഏറ്റവും കുടുംബം എങ്ങനെ കൊണ്ടു നടക്കണം, കുടുംബത്തിലേക്കുള്ള സംഭാവന എന്താണ് ക്ഷേത്രങ്ങളുടെ, ഈ പുരാണങ്ങളുടെയും ഈ ഭക്തികാവ്യങ്ങളുടെയും ഈ നാരായണ ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെയും എന്താണ് ആവശ്യം എന്ന് ചോദിച്ചാൽ ഇത് പഠിപ്പിക്കും. ഇതിന്റെ പ്രാക്ടിക്കൽ സ്റ്റഡി. ഈ പ്രാക്ടിക്കൽ സ്റ്റഡി നമ്മൾ പഠിക്കില്ല. 1000 വട്ടം മന്ത്രം ചൊല്ലി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട എടുത്തിട്ട് അതിനെ പ്രയോഗ തലത്തിൽ നമ്മൾ ആവിഷ്കരിക്കണം. ഇങ്ങനെ നേടിയാൽ നിനക്ക് എന്ത് ചെയ്യാം? അതിനെ ശരീരത്തിനെ കുറിച്ച് ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികളുടെ സുന്ദരമായ നിർവാണ സൗക്കം എന്നും ചൊല്ലേണ്ട മറ്റൊരു കാവ്യമാണ് നിർവാണ സൗക്കം. വളരെ കുറച്ച് ശ്ലോകങ്ങളുള്ള അത് വായിച്ചിട്ട് ഈ നിർവാണം ച മോക്ഷാണ്, വേറെ സാധനമല്ല. നിർവാണം ച മോക്ഷ. ഈ മോക്ഷം എങ്ങനെ കിട്ടും? അതിന് ഈ ശരീരം എന്താണെന്ന് അങ്ങോട്ട് പഠിച്ചാൽ, ഈ ശരീരം കൊണ്ടാണല്ലോ മനുഷ്യന്മാർ തെറ്റ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുകൊണ്ട് തെറ്റ് ചെയ്യാനില്ല. ഈ ശരീരം കൊണ്ടാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, പിന്നെ ഈ പഞ്ചഭൂതങ്ങളെ പഞ്ചതന്മാത്രകൾ എല്ലാം തെറ്റ് ചെയ്യുന്നത്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും. അല്ലാണ്ട് ഒരു സ്ത്രീയും പുരുഷനും ചേരുന്നത് തെറ്റല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വിവാഹം നടക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എവിടെയാണോ അധർമ്മം വരുന്നത്, ആ അധർമ്മത്തിനെ കുറിച്ച് ചിന്തിക്കാനും അധർമ്മത്തിനെ കുറിച്ച് ചിന്തിക്കാനും കഴിയുന്നത് ഈ നിർവാണ സൗക്കം പഠിക്കുമ്പോഴാണ്. അതൊന്ന് ചെല്ലിത്തരാം. അത് ഒഴിവ് കിട്ടുമ്പോ വീട്ടിൽ പോയിട്ട് ഈ നിർവാണ സൗക്കം മേടിച്ച് വായിച്ചോളൂ. മനോബോധ്യഹങ്കാരജിത്താനിനാഹം നജശ്രോത്രേ നജഘ്രാണനേത്രേ നജവ്യോമഭൂഗന്നതേജോ നവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിന്തിക്ക, ഞാൻ ബുദ്ധിയല്ല, ഞാൻ അഹങ്കാരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ ഈ കാണുന്ന കണ്ണല്ല, മൂക്കല്ല, ചെവിയല്ല, ഈ കാണുന്ന ശരീരമല്ല ഞാൻ. ഇതിന്റെ ഉള്ളിൽ വസിക്കുന്ന ആനന്ദ സ്വരൂപനായ ശിവനാണ് ഞാൻ എന്നങ്ങനെ ചിന്തിക്കുക. നവപ്രാണസത്യോണമൈനപഞ്ചവായോ ശിവോഹം ശിവോഹം നമേന്ദ്വേദരാഗോ നമേ ലോകമോഹോ മധോ നൈവ മേ നൈവ മാത്സര്യഭാവ നമോ നമാർത്തോ നമോ നമോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നമോന്യം നമാവന്ന സൗഖ്യം നദൂതം നമന്ത്രോ നദോ നവേദോ നയജ്ഞാഹം ഭോജൻ നൈവ ഭോജ്യം നമോത്തേത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നമൃത്യോർണ ശങ്കാമേജാതിവേദം പിതാമൈവ ദൈവമേ മാതാജന്മ നമൃത്വർണമിത്രം ഗുരുനൈവ ശിക്ഷാചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച സർവപ്രസൈന്ദ്രിയാണാം നജാഭാഗ്യം നൈവ മുക്തം നമന്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഒരു അനാലിറ്റിക്കൽ സ്റ്റഡി ഓഫ് ബോഡി, അതാണ് നിർവാണ സൗക്കം. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും പണി എന്താ? കണ്ണന്റെ പണി എന്താ? കാണേണ്ടത് കാണണം. കാലത്ത് എഴുന്നേറ്റാൽ ഏത് കാണണം? ആദ്യം
അവിടുന്ന് തുടക്കേ ആദ്യം എന്താണോ കണ്ടേ അതായിരിക്കും അന്നത്തെ ദിവസം. അപ്പൊ അതിനെന്ത് ചെയ്യണം? നല്ല വളക്കൊക്കെ വെച്ച് ലൈറ്റ് ഇട്ടിട്ട് ആ ഭഗവാനെ അങ്ങോട്ട് നോക്കണം. ഭഗവാനെ അല്ലെങ്കിൽ അമ്മയെ അങ്ങോട്ട് കണ്ടാൽ, ആ മൂർത്തി അങ്ങോട്ട് കണ്ടാൽ, തന്റെ ആ ധർമ്മദൈവത്തെ അങ്ങോട്ട് കണ്ടാൽ അതോടുകൂടി മനസ്സ് ശാന്തമാകുന്നു. ആ നാവ് കൊണ്ട് എന്ത് ചെയ്യണം? നാമങ്ങൾ ജപിക്കണം. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ അനാവശ്യ കർമ്മങ്ങളിൽ ഓടി നടന്ന് തളരരുത്. ഇതാരാ പഠിപ്പിക്കുക? ഗുരുനാഥൻ. ആരാ ഗുരുനാഥൻ? ടീച്ചറല്ലാട്ടോ. ടീച്ചർക്ക് ഗുരുനാഥൻ എന്ന് പറയില്ല. ഗു ശബ്ദഹാതു അന്ധകാരസ്യാൽ രു ശബ്ദഹാതം നിരോധക. അന്ധകാര നിരോധിത്വാൽ ഗുരുവിത്യഭിധീയതേ. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഗുരു ശബ്ദഹാതു അന്ധകാരസ്യാൽ. തന്റെ അടുത്തേക്ക് വരുന്ന ശിഷ്യന്റെ അന്ധകാരത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഗുരുശബ്ദം. ഗുരുശബ്ദോ ആ അന്ധകാരത്തിനെ നിരോധിക്കുന്നവനാണ്, നശിപ്പിക്കുന്നവനാണ് ഗുരുനാഥൻ. ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാവാം. ശിഷ്യന് പഠിക്കാൻ വരുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം. ആ സംശയങ്ങളെ മുഴുവൻ തീർക്കും ആരെ? ഗുരുനാഥൻ. അങ്ങനെ ഗുരുനാഥനായാവനെ ഗുരുനാഥനാവാൻ പാടും. അല്ലാതെ ഗുരുനാഥൻ എഴുതി വെച്ചോണ്ടൊന്നും പറ്റില്ല. വെറുതെ ഡോക്ടറേറ്റും PhD എടുത്തോണ്ടൊന്നും ഗുരുനാഥനാവില്ല കേട്ടോ. അതുകൊണ്ട് ആ ഗുരുവിനെ സ്തുതിക്കുന്ന ഒരു 6 ശ്ലോകമുണ്ട്. അതാണ് പഠിക്കുപഷ്ടകം. ഇതൊക്കെ പഠിച്ചോട്ടെ. ശങ്കരാചാര്യ സ്വാമികളുടെ ഏറ്റവും ഇത് വെറുതെ വീട്ടിലിരുന്നിട്ടേ പ്രശ്നങ്ങളുണ്ടാവില്ലേ വീട്ടില്? ആരുടെ വീട്ടിലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ? എൻ്റെ വീട്ടിലുണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ കയ്യേറ്റ തല്ലൂട്ടം പറഞ്ഞു അപ്പ ഞാൻ എടുക്കും. എന്നിട്ട് ചെല്ലാൻ തുടങ്ങും. ശരീരം സ്വരൂപം ജലച്ചാരുചത്രം ധനം നീരുല്യം ഗുരോരംഗ്രിവേ മനസ്സന്മലഗ്നം തതയ്ക്കും 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 തതയ്ക്കും. തല്ലൂട്ടുണ്ടാവുമ്പോ നല്ല നാരായണി എടുക്കാം, ഭാഗവതം എടുക്കാം. എന്നിട്ട് ഇങ്ങനെ വായിക്കാം, നാമം ചെല്ലാം. നാമം ചെല്ലിയപ്പോ തല്ലൂട്ടം പോയി നോക്കിണ്ടാവും. ഇത് തല്ലോളം നിൽക്കുക. അയാളൊക്കെ ശബ്ദത്തിൽ നമ്മൾ സംസാരിക്കാൻ നിൽക്കാതെ അരുതേ. അപ്പൊ നിയന്ത്രിച്ചോളൂ. കൺട്രോൾ ദ മൈൻഡ്, കൺട്രോൾ ദ. 3 കർമ്മത്തിന്റെ 3 തലങ്ങളാ. ഏതൊക്കെയാ? മനസ്സ്, നാവ്, കർമ്മങ്ങൾ. അപ്പൊ മനസ്സാ വാച കർമ്മണാന്നാണ്. കർമ്മം 3 തലത്തിലാ ചെയ്യാം. മനസ്സുകൊണ്ട് ചിന്തിക്കണു, നാവ് കൊണ്ട് പറയുന്നു, കർമ്മങ്ങളെ കൊണ്ട് ചെയ്യുന്നു. ഈ 3 തലത്തിനെയും ശുദ്ധീകരിക്കാൻ മൗനം ചെയ്തോളൂ, മൗനം ശീലിച്ചോളൂ. കളത്രം ധനം സർവം ഗൃഹം സർവമേതദ്ധിജാതം ഗുരോരംഗ്രിമഗ്നേ മനസ്സെന്നലഗ്നം തതയ്ക്കും 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 തതയ്ക്കും. എന്ത് തന്റെ കയ്യിലുണ്ടായാലും. ഇന്നലെ വലിയൊരാള് ഫോൺ വിളിച്ചു. പറയാ അല്ല, മുമ്പിൽ കണ്ടപ്പോൾ ഞാൻ അപഹരിച്ചെടുക്കാൻ വലിയ സമയമൊന്നുമില്ലേ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കാണെങ്കിൽ ഒരു നിയന്ത്രണമോ ഇല്ലാത്ത ആൾക്കാരെ അങ്ങനെ കിട്ടാൻ തുടങ്ങും. അപ്പം അയാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, തിരുമേനി എനിക്കറിയില്ല, എനിക്കൊരു സുഖം കിട്ടുന്നില്ല. എൻ്റെ അല്ല, ഞാൻ വലിയ ആളാണ്. അത് കണ്ടാൽ മനസ്സിലായി. വലിയ കണ്ടപ്പോൾ തൻ്റെ വരേണ്ട കാറും ഇതൊക്കെ കണ്ടപ്പോൾ താൻ വലിയ ആളാന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ എത്ര ചെറിയ ആളാണെന്നാണ് ഞാൻ ഇപ്പോൾ നോക്കണേ. അപ്പം എന്തേ ചോദിച്ചു. അല്ല, താൻ വിളിച്ചായി എന്താ ഇല്ല? ഞാൻ വിളിച്ചാൽ എനിക്ക് ഒന്നിനും സമയമില്ല. എന്തിനും സമയമില്ല. ഞാൻ കാലത്ത് എന്നിട്ട് നേരെ എനിക്ക് പത്രവായന തുടങ്ങും. പല്ലൂടി തേക്കില്ല അത്ര. നേരെ പോയിരുന്ന് കാപ്പി ഉണ്ടാക്കി ആ കാപ്പിയും കൊണ്ട് പുറത്ത് വെച്ചിരുന്നിട്ട് ആ പത്രവായന തുടങ്ങും. ആദ്യം ഇന്നത്തെ പത്രവായന വായിച്ചാലേ ഇപ്പോഴത്തെ പത്രധർമ്മത്തെ ഞാൻ തെറ്റെന്ന് പറയുന്നില്ല. കൊടുക്കേണ്ട ന്യൂസുകളെല്ലാം മുമ്പിൽ കൊടുക്കാൻ. പണ്ടൊക്കെ നോക്കിയില്ല, KP കേശവന്റെ വരെ ഇരിക്കുന്ന സമയത്ത് ആ പത്രങ്ങളിലെ എഡിറ്റോറിയൽ ആദ്യത്തെ വാർത്തകളൊക്കെ മനസ്സിനെ ശാന്തമാക്കുന്ന വാർത്തകൾ മാത്രമേ കൊടുക്കൂ. ബാക്കി കൊടുക്കുന്ന ഇതിപ്പോ വാർത്തകൾ വായിച്ചിട്ട് അതുപോലെ ആവാൻ നോക്കുക ആൾക്കാരെ. അതല്ലേ എറണാകുളത്തെ ഗ്രൗണ്ടിൽ നടന്ന ആ നടത്തം. ആ ഭരതനാട്യം കഴിച്ചിട്ട് വീണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരെ ഏറ്റെടുക്കും? നമ്മൾ ക്ഷേത്രങ്ങൾ അധർമ്മത്തിലേക്ക് പോകരുത്. ഒരിക്കലും മനുഷ്യ നീ അധർമ്മത്തിലേക്ക് പ്രവേശിക്കാതെ മനസ്സിനെയും വാക്കിനെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുക. അതിനെ ഗുരുനാഥൻ പഠിപ്പിക്കും. ഷഡംഗാദിവേദോ മുഖേ ശാസ്ത്രദിവ്യ കരുത്വം ജഗദ്യം സുപദ്യം കരോതി ഗുരുരംഗുഭക്തി മനസ്സെന്നലഗ്നം തതയ്ക്കും തതയ്ക്കും
തതയ്ക്കും തതയ്ക്കും വിദേശേഷു മഞ്ഞ സ്വദേശേഷു ധന്യ സദാചാരു വൃത്തേഷു രക്തസ്തദാവി വിരോരംഭിവഗ്നേ മനശ്ചിന്നലഗ്നം തതയ്ക്കും 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 ക്ഷമാമണ്ഡലേശേതഭൂപാലവൃന്ദേ സദാസേവിതമ്യസ്യ പാദാരവിന്ദം വിരോരംഭിവഗ്നേ മനശ്ചിന്നലഗ്നം തതയ്ക്കും 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 യശസ്വിന്ദാനവക്രാഞ്ജലസ്തുതവം പ്രസാദ ഗുരുരംഭിവഗ്നേ മനശ്ചിന്നലഗ്നം തതയ്ക്കും 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 ഗുരോരഷ്ടകം വെപ്പടൽ പുണ്യതേ യദഗോവന ബ്രഹ്മചാരീജലേ ലഭ്യവാദ്യതാർത്ഥം പദം ബ്രഹ്മസത്യം ഗുരോ ഔത്തവാക്യേ മനോയസ്യ ലഗ്നം. ജീവിതത്തിലെ ഒരു ഗുരുവിനെ സ്വീകരിക്കുക. ആദ്യം ചെയ്യേണ്ടത് മനുഷ്യനായിട്ട് ജനിച്ചാൽ ഗുരു ടീച്ചറെ തന്നെ സ്കൂളിൽ പോയിട്ടല്ല, അതൊക്കെ പഠിച്ചോളൂ, അതൊക്കെ ജ്ഞാനം നേടാനാ. വിജ്ഞാനം നൽകുന്നവരാണ് ഗുരുനാഥൻ. ജ്ഞാനം ആർക്കും നൽകാം, പക്ഷെ ആ ജ്ഞാനത്തിനെ വിജ്ഞാനമാക്കി തരും. എങ്ങനെ? കാറ് ഓടിക്കൽ ആർക്കും പഠിപ്പിക്കാം. ഈ കാറ് ഓടിക്കുമ്പോ വഴിയിലൊരുത്തൻ തലയിച്ച് വീണ് കിടക്കണം കണ്ടാൽ അതിനെ ഒരു ആസ്പത്രിയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാണെന്ന് മനസ്സിലാക്കി ആ 50 ലക്ഷത്തിന്റെ കാറിൽ അവനെ കൊണ്ടുപോകുമ്പോൾ അവനുണ്ടാകുന്ന ആ വിജ്ഞാനമുണ്ടല്ലോ, ആ വിജ്ഞാനം ഒരു ഗുരുനാഥന് മാത്രമേ നൽകാൻ സാധിക്കൂ. അജ്ഞാനത്തെ നിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശരാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അതുകൊണ്ട് ഗുരുവിനെ സ്വീകരിക്കുള്ളൂ. ഇതാണ് ആ കുചേലവൃത്തത്തിലെ, ഭാഗവതത്തിലെ കുചേലവൃത്തത്തിലെ ആ രാത്രി പോയിട്ട് കാട്ടിന്റെ മുകളിൽ വിറക് വെട്ടാൻ കയറിയിട്ട് രാത്രിയായിട്ട് കൃഷ്ണനും കുചേലും കൂടി കെട്ടിപ്പിടിച്ച് കിടന്ന് ഗുരു അന്വേഷിച്ച് കാലത്ത് വന്നിട്ട് ആ ഗുരുവിന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് ആ സമയത്ത് കൃഷ്ണൻ കുചേലിനോട് പറയും, കുചേല കേട്ടോളൂ കേട്ടോ, ഒരൊറ്റ വരിയങ്ങ് ചെല്ലാം. ഗുരോ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രസാന്തയേ ഗുരവേ സർവലോകാനാം ഹൃദയേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരു എന്ന് പറഞ്ഞാൽ എവിടുന്നാ പറഞ്ഞ? മഹാദേവനിൽ നിന്ന്. നോക്കിക്കോട്ടെ, വളരെ എടുത്ത് പഠിച്ചോളൂ. ഗുരുനാഥൻ എവിടുന്നാ പറഞ്ഞാലോ? സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എന്നും ഈ ശ്ലോകം ചൊല്ലിക്കോളൂ. സദാശിവനിൽ നിന്ന് തുടങ്ങി ആ ഗുരുപരമ്പര ശങ്കരാചാര്യ സ്വാമികളിലെത്തി, ആ ശങ്കരാചാര്യ സ്വാമിയിൽ നിന്നെത്തി ഇന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഗുരുനാഥൻ പോലും ആ പരമ്പരകൾ കണ്ടുകൊണ്ട് ജീവിതത്തിൽ കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ട നമ്മള് കർമ്മത്തിൽ തെറ്റുവരാതെ ജീവിതം ആനന്ദദായകമാക്കാൻ ആഗ്രഹിക്കുന്നവരെ ആദ്യം ഗുരുനാഥനെ സ്വീകരിച്ചോളൂ. ആ ഗുരുനാഥന്റെ പാതാരവിന്ദത്തിൽ വീണുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അപരാധങ്ങളെ പറഞ്ഞു തീർത്തോളൂ. ഗുരുനാഥന്റെ അടുത്ത് അപരാധ സഹസ്രം ചൊല്ലിക്കോളൂ. ആ അപരാധ സഹസ്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ശങ്കരാചാര്യ സ്വാമികളുടെ ശിവാപരാധ ക്ഷമാപണ സ്തോത്രം എന്ന് പറഞ്ഞ് ഒരു 10-14 ശ്ലോകങ്ങളുണ്ട്. അതെടുത്താൽ പഠിച്ചോളൂ. അതിന്റെ അവസാനത്തെ ശ്ലോകമാണ്. നമുക്ക് എന്റെ പ്രഭാഷണം ചുരുക്കിക്കൊണ്ട് ആ ഭഗവത് പാതാരവിന്ദത്തിൽ അങ്ങോട്ട് എത്തിച്ച് നമുക്ക് നിർത്താം. ആ ക്ഷമാപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകമാണ് നമ്മൾ എന്നും ചൊല്ലുന്ന മറ്റേ ശ്ലോകം. ഏത്? കരചരണകൃതംബ കായജം ധമ്മജംബ ശ്രവണനയനജംബ മാനസം വാപരാധം വിദിതമവിദിതംബ സർവമേ തൽക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. എന്തത് ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി ചെല്ലാത്ത? ഗുരുവായൂരപ്പന്റെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾക്കാരുടെ ഒറ്റ സൗകര്യമുള്ളൂ. ഏതാ ചെല്ല? കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ സ്വഭാവം കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഗുരുവായൂരപ്പന്റെ അടുത്ത് എന്നിട്ട് എന്താ പ്രാർത്ഥിക്കണയോ? ഗുരുവായൂരപ്പന്റെ അടുത്ത് അമ്മ ഇരിക്കണത്, ഇടത്തടുത്ത് കാവിലല്ലേ അമ്മ ഇരിക്കണേ. അപ്പൊ ശക്തി എവിടെ ഇരിക്കണതേ? അപ്പൊ അതുകൊണ്ട് ഗുരുവായൂരപ്പനോട് പറയും, ഗുരുവായൂരപ്പ ആ കർമ്മം ചെയ്യാൻ പോകുന്ന എനിക്ക് ശക്തി തരുമോ? ഞാൻ എല്ലാ കർമ്മങ്ങളും അങ്ങയ്ക്ക് വേണ്ടി അർപ്പിച്ചു കൊള്ളാം. അപ്പൊ ഗുരുവായൂരപ്പൻ എന്താ തരികയെന്നറിയോ? ശക്തി തരും. ഏത് ശക്തി? 3 ശക്തി വേണം നമുക്ക്. ഏതൊക്കെയാ 3 ശക്തി? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തികൾ. ഇത് തരുമ്പോൾ കാര്യമുണ്ട്. ഉടനെ തന്നെ മമ്പിയൂർക്ക് വിളിക്കട്ടാ. അതാണ് അവിടുത്തെ ഉത്ഭവം പറയണേ. അവിടുന്ന് തന്ന ആ ശക്തി തന്നാൽ ഉടനെ തന്നെ ഇങ്ങോട്ട് വിളിക്കും. അതെ, ആ അവിടുന്ന് ഒരാൾ വന്നിട്ട് ചോദിച്ചപ്പോ ഞാൻ കൊടുത്തണ്ട് കേട്ടോ 3 ഹോർലിക്സ് കുടിക്കാൻ കൊടുത്തണ്ട്. ഹോർലിക്സ് കഴിച്ചിട്ട് പണിയെടുക്കണ്ടോന്ന് മഹാദേവൻ നോക്കിക്കോളൂ. ഇപ്പൊ പണിയെടുക്കണ്ടോന്ന് ആരാ നോക്കണത്? നമ്മൾ ഏൽപ്പിച്ച പണി ശരിക്കും എടുക്കുന്നത് നോക്കാൻ മഹാദേവനാ. ആ പണിയെടുക്കുന്ന ആളല്ലേ ഫലം തരിക. അപ്പൊ ആരാ കർമ്മഫലം തരുന്ന ആള്? മഹാദേവൻ.
അവിടെ പേടിച്ചോളൂ. അതാണ് ശിവക്ഷേത്രത്തിൽ വരുമ്പോ എല്ലാവർക്കും ഒതുക്കാം. ഇവിടുന്നാ മറ്റേ സാധനം വരുന്നത്, പരീക്ഷയുടെ മാർക്കിടുന്ന ആൾ ഇവിടെയാ. ആരാടുന്നത്? പാർവതിയാണ് മാർക്കിടുക, പക്ഷെ ഫലം തരുന്ന ആള് മഹാദേവന്. പിൻവിളക്കപ്പുറത്താണല്ലോ. അവിടെ ഇരിക്കുന്ന ശിവജ്ഞാന പ്രദായിനിയായ ആ പാർവതി ദേവിയുടെ അനുഗ്രഹത്താൽ ആ മഹാദേവൻ എല്ലാവർക്കും ഫലങ്ങൾ കൊടുക്കുന്നു. അതുകൊണ്ട് കർമ്മഫലം തരുന്ന മഹാദേവന്റെ അടുത്ത് എന്നും ചെയ്തോളൂ. കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ കർമ്മം ചെയ്ത് രാത്രി വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ കിടക്കുന്നതിന് മുമ്പ് അന്ന് വരെ എഴുതിയിട്ടുള്ള അന്ന് വരെ ചെയ്ത എല്ലാ കർമ്മങ്ങളും ഡയറി എഴുതി വെച്ചോളൂട്ടാ. ഡയറി എഴുതുന്നവരുണ്ടാ? എഴുതാനുണ്ട? അല്ലെങ്കിൽ എഴുതിക്കോട്ടാ. ചെറുപ്പക്കാർ പ്രത്യേകിച്ചിട്ടാ. ഞങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞു, ഞങ്ങളിപ്പോ പോവും, ഞങ്ങൾക്ക് നീ എങ്ങനെയെങ്കിലും വേഗം രക്ഷപ്പെടാം. പക്ഷേ ചെറുപ്പക്കാരോട് യുവാക്കളോടാണ് എൻ്റെ അഭ്യർത്ഥന. ചെയ്യുന്ന കർമ്മങ്ങളാണ് നിങ്ങളുടെ ഫലം നിശ്ചയിക്കുന്നത്. നിങ്ങൾക്കുള്ള എല്ലാം നിശ്ചയിക്കുന്നത് നിങ്ങളുടെ കർമ്മങ്ങളാണ്. ആ കർമ്മഫലം തരുന്നത് മഹാദേവനായതുകൊണ്ട് കാലത്തോട്ട് വൈകുന്നേരം വരെ കർമ്മങ്ങൾ ചെയ്ത് ആ വൈകുന്നേരം വന്ന് നമശിവായ മന്ത്രം ചൊല്ലി ആ കടങ്ങുന്നതിന് മുമ്പ് ആ ശ്ലോകം ചൊല്ലി മഹാദേവന്റെ അടുത്ത് അർപ്പിക്കുകയായത് മാനസംബാപരാധം വിഹിതമവിഹിതംബ സർവമേ ദക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ശിവന്റെ പള്ളി പോയാൽ ഉണ്ടാവും. നാലുറ്റുകോ ശിവന്റെ പള്ളിയെ പോയാൽ മതി ശവാവാനേ. ഒരു നിമിഷം മതി ശവാവാൻ. ശിവത്തിനെ എല്ലാവരും ആരാധിക്കും, ശവത്തിനെയോ പേടി തുടങ്ങും. ശിവത്തിനെ കത്തിച്ചു കളയും, ശിവത്തിനെ കത്തിച്ചു കളയും, ശവത്തിനെ കത്തിച്ചു കളയും. അതുകൊണ്ട് ശവമാകാതെ ശിവമാകണമെങ്കിൽ അവനവൻ അർപ്പിക്കാൻ ചെയ്യുന്ന നിയന്ത്രിക്കപ്പെട്ട നമ്മളിൽ ഉത്തരവാദപ്പെട്ട ആ ജ്ഞാന സമ്പാദനം, അതിനാണ് ഈ അമ്പലങ്ങളിൽ ആചാരങ്ങൾ നടക്കുന്നത്, ആഘോഷങ്ങൾ നടക്കുന്നത്. ഇതാ 13-ാം തീയതി തിരുവാതിരയൊക്കെ പായസം ഉണ്ടാക്കി കഴിക്കാനല്ല തിരുവാതിര. കഴിച്ചോളൂ, അതിനൊന്നും ഞാൻ ഇതിലല്ല. നല്ലോണം ഭക്ഷണം കഴിച്ചോളൂ, അതിനൊന്നും ഇവിടെ ഇതില്ല. ജീവിതം ആസ്വദിക്കാനുള്ള തന്നെയാണ്. പക്ഷേ ജീവിതം ആസ്വദിക്കുമ്പോഴും ഇത് തന്നവനെ മറക്കരുതേ. അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയാലും അത് അവിടെ ബോധ്യപ്പെടുത്തി മാത്രമേ ഉപയോഗിക്കാവൂ. കണ്ണൻ ഉണ്ണി മാമുണ്ണനെ എന്നങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലുണ്ടാക്കിയ ചോറക്കാ ഗുരുവായൂരപ്പന്റെ ഈ ഉണ്ണിയുടെ അടുത്തങ്ങോട്ട് കാണിച്ചിട്ട് അത് പ്രസാദമായി സ്വീകരിക്കാവൂ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏത് സാധനവും ആ മഹാദേവന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മഹാദേവന്റെ അനുഗ്രഹത്താൽ നമുക്ക് കിട്ടുന്ന ഈ പുണ്യങ്ങളും സ്ഥാനമാനങ്ങളും ഐശ്വര്യങ്ങളെയും അവിടേക്ക് പ്രസാദിച്ചുകൊണ്ട് അതുകൊണ്ട് പഞ്ചയജ്ഞങ്ങൾ ചെയ്യുക. ദിവസവും പഞ്ചയജ്ഞങ്ങൾ ചെയ്യുക. എന്താ പഞ്ചയജ്ഞം? 5 യജ്ഞങ്ങൾ. ഏതൊക്കെ 5 യജ്ഞം? ആദ്യം പഠിക്കണം. ആദ്യം പഠിക്കുന്നതാ പഞ്ചയജ്ഞം. ഏതൊക്കെയാ? ദേവയജ്ഞം, ഋഷിയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, ആത്മയജ്ഞം. 5. ആദ്യത്തെ യജ്ഞം ദേവന്മാർക്ക് വേണ്ടിയുള്ള കർമ്മം ചെയ്യലാണ്. ജീവിതത്തിൽ ഒരു ദിവസത്തിന്റെ ആദ്യത്തെ തുടക്കത്തിൽ അവസാനിക്കുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെ കർമ്മം ഏതാ? ദേവയജ്ഞം. അത് കഴിഞ്ഞാൽ ഋഷിയജ്ഞം. ഋഷിയജ്ഞം എന്ന് പറഞ്ഞാൽ ഋഷിമാരെ, ഗുരുക്കന്മാരെ, ആ ഗുരുക്കന്മാരെ സേവിച്ച് അവരുടെ കയ്യിൽ നിന്ന് ജ്ഞാനസമ്പാദനം നടത്തലാണ് ഋഷിയജ്ഞം. അതിന് സ്കൂളുകൾ പണിയുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകം കൊടുക്കാൻ കയ്യിൽ പെട്ടതാണ്. പിന്നെ പിതൃയജ്ഞം, അന്നദാനം. പിതൃയജ്ഞം, അന്നദാനം. അന്നദാനം മഹാദാനം, സംശയിക്കണ്ട. അന്നദാനത്തിന് തുല്യമായിട്ടൊരു ദാനം ഈ ലോകത്തിലില്ല. അതുകൊണ്ട് പിതൃയജ്ഞം. പിന്നെയോ ഭൂതയജ്ഞം. നമ്മളെ സഹായിക്കുന്ന ഒരുപാട് മൃഗജീവികളുണ്ട്. അവർക്കൊക്കെ നമ്മൾ അന്നം കൊടുക്കുക, വളർത്തുക. കോഴിയെ വളർത്തുക, ആടിനെ വളർത്തുക, പശുവിനെ വളർത്തുക, തൃപ്രയാർ പോയാൽ മീനൂട്ട് നടത്തുക, ഗുരുവായൂരമ്പലത്തിൽ വന്ന് ആനയൂട്ട് നടത്തുക. അതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇപ്പൊ വീട്ടിൽ പശുവിനെയും വളർത്തില്ല, പോയിട്ട് പാലിന്റെ പാക്കറ്റും മേടിച്ചോണ്ട് തിളപ്പിച്ച് കുടിച്ച പഞ്ചയജ്ഞം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഒരു പശുവിനെ വളർത്താൻ നോക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ പശുവിനെ വളർത്തുന്നവരെ സഹായിക്കണം. എന്തായാലും ഫലം കിട്ടും. അമ്പലം നമുക്ക് നടത്താൻ പറ്റില്ല, പക്ഷെ അമ്പലം നടത്താൻ കുറച്ച് പൈസ കൊടുക്കാം. അപ്പോൾ നമുക്ക് മഹാദേവൻ തരുന്ന സ്വത്തിനെ 5 വിഭജിക്കണം. അതാണ് പഞ്ചയജ്ഞം. അപ്പൊ നമുക്ക് കിട്ടുന്ന ധനത്തിനെ 5 വിഭജിക്കണം. ദേവയജ്ഞം, ഋഷിയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, ആത്മയജ്ഞം. 4 യജ്ഞം കഴിയുമ്പോ ബാക്കി വരുന്നത് എത്രയാണോ അത് ആത്മയജ്ഞം കുടുംബത്തിന് വേണ്ടി നോക്കണം. അല്ലാണ്ട് പൈസ അവിടെ ഈ തേനീച്ച പോലെ അവർ തിട്ടാം.
തേനീച്ച അത് ഞങ്ങൾ പറയും തേനീച്ചയ്ക്ക് ഒരു ഗുണണ്ടേ. തേനീച്ചയോട് പോയിട്ട് താൻ്റെ സ്വാദ് ചോദിച്ചോക്കോ, അവർക്കറിയില്ല, അവർ താൻ കുടിക്കാറില്ലല്ലോ. അവർ കിട്ടിയതൊക്കെ ഇങ്ങനെ കൂട്ടി വയ്ക്കണ കുറെ ആൾക്കാരുണ്ട്. അതൊക്കെ നശിച്ചു പോകും. ധർമ്മയുക്തമായി ഉപയോഗിക്കാത്ത ധനം നശിച്ചു പോകും. അതുകൊണ്ട് ഈ പഞ്ചയജ്ഞം ചെയ്ത് നമുക്ക് കിട്ടുന്ന ധനത്തിനെ ധർമ്മയുക്തമായി ഉപയോഗിക്കാൻ ഈ നമശിവായ മന്ത്രജപം നമ്മെ സഹായിക്കും. അതാണ് പഞ്ചയജ്ഞം. നമശിവായ യജ്ഞിച്ച പഞ്ചയജ്ഞം തന്നെയാണ്, അത് പഞ്ചയജ്ഞം തന്നെയാണ്. അപ്പൊ അതിലത്തെ ഓരോന്നും എടുത്ത് പഠിച്ചുകൊണ്ട് ഈ പഞ്ചയജ്ഞം ചെയ്ത് ജീവിതം സാർത്ഥകമാക്കണം എന്ന ഈ വലിയ തത്വത്തിനെ ഇത് എവിടെ പഠിക്കാറിയോ? മഹാരുദ്രത്തിൽ നമ്മൾ അവരെ അനുഭാവം എടുത്ത് പഠിച്ചോക്കണം. അതിൽ പഠിക്കുമ്പോൾ മനുഷ്യന് വേണ്ട 32-36 സാധനങ്ങളുടെ പേര് പറയും. ഇന്നത് തരണേ മഹാദേവ, ഇന്നത് തരണേ മഹാദേവ എന്ന് പറഞ്ഞിട്ട് ഉറക്ക കൂക്കുളിച്ച് പറയും. ബദ്ധജപത്തിലുണ്ട്. ഇത് മുഴുവൻ എടുത്ത് പഠിക്കണം. ഈ മഹാരുദ്രത്തിനെ കുറിച്ച് പഠിക്കലും അതിനൊക്കെയുള്ള ഈ കിട്ടിയ അവസരം ഒരിക്കലും നശിപ്പിക്കാതെ ഇനിയുള്ള ഏതാനും ദിവസങ്ങൾ, ഇനി ഇത് കഴിഞ്ഞാൽ പെരുന്തട്ട തുടങ്ങി, എല്ലാവരും ഇവിടുന്ന് പെരുന്തട്ട പൊക്കോളോ, അങ്ങനെ പെരുന്തട്ട കഴിഞ്ഞാൽ വേറെ ഭാഗത്തേക്ക് പൊക്കോളോ. അങ്ങനെ നാരായണീയത്തിലെ 3-ാം ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലാ പറഞ്ഞത്. മേൽപ്പത്തൂർ ചോദിച്ചു, ആരാ ഭാഗ്യവന്മാരെന്ന്, ആരാ ഭാഗ്യവന്മാരെന്ന് ചോദിച്ചു. ആരാ ഭാഗ്യവന്മാരെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് മേൽപ്പത്തൂർ ഒറ്റ ശ്ലോകം ചൊല്ലി. നാരായണീയത്തിലെ 3-ാം ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം ഒരു ഭക്തൻ എങ്ങനെ സഞ്ചരിക്കണം. പഠന്തോ നാമാനി പ്രമദഭര സിന്ധൗ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭദ്ര പ്രജകലുരമന്തേ പരമോൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിരഭിതാൻ. പഠന്തോ നാമാനി, നാമങ്ങൾ ചൊല്ലിക്കൊണ്ട്, പഠന്തോ നാമാനി പ്രമദഭര സിന്ധൗ നിപതിത, ആനന്ദ സാഗരത്തിൽ മുങ്ങിത്താഴുന്നവരെ. നാമം ചൊല്ലി ചൊല്ലി ദുഃഖം കൂട്ടരുത്, ദുഃഖം കുറയ്ക്കണം. ഒരു യജ്ഞം കഴിഞ്ഞാൽ അടുത്ത യജ്ഞത്തിലേക്ക് തയ്യാറാവുക. പ്രായമാകുമ്പോഴേക്കും ഓരോ ചങ്ങല പൊട്ടിക്കണം. ആദ്യം വീടിന്റെ താക്കോലെടുത്തിട്ട് മരുമകളെ ഏൽപ്പിച്ചേക്കാം, ആധാരം എടുത്തിട്ട് മരുമകളെ ഏൽപ്പിച്ചേക്കാം, എല്ലാ കണക്കവരുടെ ഇല കൊടുത്തേക്കാം. വാനപ്രസ്ഥത്തിന് പോകണ്ടേ? എല്ലാം കെട്ടിപ്പിടിച്ച് മരിക്കുമ്പോഴും തന്നെ ചിന്തിച്ചുകൊണ്ട് എന്റെ കുടുംബം, എന്റെ വീട്, എന്റെ ആധാരം എന്ന് ചിന്തിച്ചുകൊണ്ട് തല്ലുകൂടി ജീവിച്ചിട്ട് എന്ത് നേടാൻ പോകുന്നു, പോകുമ്പോൾ എന്ത് കൊണ്ടുപോകും? ചത്തുപോകും നേരം വസ്ത്രം അതുപോലും എത്തിടാ കൊണ്ടുപോകാനൊരുത്തർക്കും. അന്നൊരുത്തിരി ഭസ്മം മാത്രമേ തന്നെ തൊടിയിക്കുള്ളൂ. ആ മരിച്ചു കിടക്കുന്ന ആ ശരീരത്തിലും ഭസ്മർത്തം തൊടിയിക്കും. ആ ശരീരത്തിൽ പറയും, നീ ശിവാത്മകമായി നീ സഞ്ചരിച്ചുകൊള്ളുക. ആ ആത്മദർശനത്തിൽ കൂടെ ആത്മാവാണ് ഞാനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് സഞ്ചരിക്കാൻ പഠിക്കുക. അങ്ങനെ ജീവിതത്തിന് സാർത്ഥകമാക്കാൻ കിട്ടുന്ന ഈ യജ്ഞങ്ങൾ കൂടെ സഞ്ചരിച്ച് ജീവിതം ധന്യമാക്കാൻ കഴിയട്ടെ. കുറച്ച് സമയം കൂടിയോ? നിങ്ങൾക്കൊക്കെ വിശന്നോ? വിശപ്പൊക്കെ പോട്ടെല്ലേ, വിശപ്പൊന്നും കാര്യമില്ല. വിശപ്പൊക്കെ വിശതാൽ പിന്നെയും വന്നാലോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഊണും ഭക്ഷണവും ഞാൻ വേണ്ടാന്ന് പറയില്ല. ഭക്ഷണം കൃത്യസമയത്ത്, 2 കാര്യങ്ങൾ കൃത്യമായിട്ടുള്ളോണ്ട. കൃത്യസമയത്ത് കിടന്നുറങ്ങുക, കൃത്യസമയത്ത് എഴുന്നേൽക്കുക. ഇന്ന് കൃത്യം ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? നോണ പറയണം, കൃത്യം പറയണം. കൃത്യസമയത്ത് ഞാൻ 9:30 ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങൾ സപ്താഹത്തിന് നിയമാണല്ലോ ഞങ്ങൾക്ക്. 4:30 മണിക്ക് കൃത്യം കിട്ടും. 5:30 മണി 6 മണിയാകുമ്പോഴേക്കും കുളി കഴിഞ്ഞു, ജപം കഴിഞ്ഞു, ധ്യാനം കഴിഞ്ഞു, ഗായത്രി ജപം സന്ധ്യാവനങ്ങളൊക്കെ കഴിഞ്ഞു. എന്താ ഉഷാററിയോ? അത് കഴിഞ്ഞാൽ 7:30 8 മണിക്ക് 8:10 ഇഡ്ലി സാമ്പാറും വടയൊക്കെ കഴിച്ചോളൂ. അതിനൊന്നും ഇവിടെ വിരോധം പറഞ്ഞില്ല. ആരാ കഴിക്കുന്നതെന്ന് പറഞ്ഞേ? നല്ല സദ്യ കഴിക്കരുതെന്ന് എവിടെയാ പറഞ്ഞേക്കണേ? നല്ല സദ്യ കഴിച്ചോളാം. പക്ഷേ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം. ആ തത്വത്തിനെ പഠിച്ചുകൊള്ളുക. ഈ ശരീരം കർമ്മം ചെയ്യാൻ തന്നതാ. കർമ്മം ചെയ്ത് ക്ഷീണിച്ചാൽ മനസ്സ് സന്തോഷിക്കും. ആ മനസ്സിന്റെ സന്തോഷം കൈവരിക്കാൻ, ആ ആനന്ദം കൈവരിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. ആ ശിവശക്തി സംയോഗം എന്ന് പറയുന്ന ആ സംയോഗത്തിനെ സഹായിക്കുന്ന നമശിവായ മന്ത്രത്തിനെ ആവോളം ജപിച്ചുകൊള്ളുക. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഓം നമശിവായ, ഓം നമശിവായ, ഓം നമശിവായ. അപ്പൊ അനാവശ്യക്കാരടുത്ത് വരില്ല. ഇത് അനാവശ്യക്കാർ വന്ന് സംസാരിച്ച് 100 പ്രശ്നങ്ങളാണ് ഉണ്ടാക്കണേ. ഞങ്ങൾ എന്താ വിചാരിച്ചത്? എന്റെ ഇല്ലത്തങ്ങൾ വന്ന് നിങ്ങൾ കോട്ടപ്പടി വന്ന് നോക്കോ. അവിടെ അങ്ങനെ വന്നാൽ ആൾക്കാർ പറയാണ്ട ഞാൻ ഓം നമശിവായ അല്ലെങ്കിൽ നാരായണി എടുക്കും, അല്ലെങ്കിൽ ഭാഗവതം എടുക്കും. അപ്പൊ എന്താ തിരുമേനി, ഞാൻ ഭാഗവതം വായിക്കാലോ, എന്നാ പിന്നെ വരാല്ലേ? പിന്നെ വന്നു. There are so many techniques. ഞാൻ വെറുതെ പറയില്ല. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെയും
ഒരുപാട് സന്ദർഭങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഈ നാമജപം, ഈ നാമസങ്കീർത്തനം സർവഭാവപ്രനാശനം ഹരംബരം എന്ന് പറയുന്ന ആ ശുദ്ധമായ സങ്കല്പത്തിന് മനസ്സിലേക്ക് ധ്യാനിച്ചുകൊണ്ട് ഈ പുരാണങ്ങളെയും വേദങ്ങളെയും ഈ വേദ സദൃശങ്ങളായ ഈ മഹാരുദ്രം അതിരുദ്രം തുടങ്ങിയ ചടങ്ങുകൾ അത് ഗുരുവായിരിക്കുമ്പോ എന്താ സുഖം അറിയോ? എന്നും പരിപാടിയല്ലേ. ഗുരുവായൂർ പോലെ ഒരു വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത്രയും ചെന്നിരുന്ന മനസ്സിന് ശാന്തത നൽകുന്ന വേറെ സ്ഥലം കണ്ടിട്ടില്ല. ഞാൻ എത്രയൊക്കെ അമ്പലങ്ങൾ, ഏതൊക്കെ ദേശങ്ങളിൽ അമ്പലത്തിൽ സപ്താഹത്തിന് പോയിട്ടുണ്ട്. അവിടെയൊക്കെ സപ്താഹം കഴിഞ്ഞ് വന്നപ്പോഴും എനിക്ക് തോന്നിയത് ഗുരുവായൂർ എന്ന് വായിക്കുന്ന സുഖമൊന്നും വേറെ അവിടെ പോയാൽ കിട്ടില്ല. ഇവിടെ അങ്ങോട്ട് നിന്ന് വായിക്കുമ്പോൾ ആൾക്കാരെ മുഖത്തെ ചിരി കാണുമ്പോൾ അതിൻ്റെ ഒരു ആനന്ദമുണ്ട് കൈവരിക്കാനേ. കാരണം ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നു ഗുരുവായിരിക്കുമ്പോൾ അതിന് കിട്ടുന്ന അവസരങ്ങൾ, ഗുരുവായൂരിൽ നിന്ന് കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. അനാവശ്യ കാര്യങ്ങൾ ചെന്ന് ചാടി, അനാവശ്യ കാര്യങ്ങൾ സഞ്ചരിച്ച് ഒന്നിനും കൊള്ളരുതാതെ, ഒന്നിനും പോയി വന്നത് ഗുരുവായൂർ താമസിക്കരുതേ. തീർത്ഥങ്കര പാപികളാകരുതേ. തീർത്ഥത്തിന്റെ അടുത്താണ് താമസിക്കുന്നത്. ഏറ്റവും വലിയ തീർത്ഥമാണ് ഗുരുവായൂരപ്പനും മഹാദേവനും. ഗുരുവായൂർ സന്ദർശനം പൂർത്തിയാകണമെങ്കിൽ മഹാദേവന്റെ അർത്ഥം മഹിമയുള്ള ഊരെ മമ്മിയൂരെ എന്ന് പറയുന്ന ആ വലിയ തത്വത്തിന്റെ ത്യാഗത്തിന്റെ മൂർത്തിയായ മഹാദേവന്റെ മനസ്സിൽ ആ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഈ മഹാരുദ്ര സമയത്ത് ഇവിടെ വരാനും ഇത്രയും വലിയൊരു സദസ്സിന്റെ മുമ്പിൽ ഇരുന്ന് ആ നന്നായി നിങ്ങളോട് രണ്ടു ഭാഗത്ത് സത്സംഗത്തിൽ നിന്ന് സംഭവിക്കാനും കിട്ടിയ മഹാപുണ്യം, ഏതോ എൻ്റെ അച്ഛനമ്മമാർ ചെയ്ത പുണ്യം. അവര് വേണ്ട പോലെ വളർത്തില്ലെങ്കിൽ ഞാൻ ശ്ലോകം പഠിക്കുമോ? എൻ്റെ അമ്മയ്ക്ക് എന്തൊരു നിർബന്ധ ബുദ്ധിയായിരുന്നു അറിയോ? എപ്പോഴും പടിയെടുത്ത് പിന്നാലെ ആ കുട്ടിക്കാലത്ത് ആ ശ്ലോകം പഠിക്കുക, ഈ ശ്ലോകം പഠിക്കുക, അങ്ങനെ കുട്ടികളെ വളർന്നു. അതുകൊണ്ട് നിങ്ങൾ വഴി കടച്ചു പോയില്ല, നിങ്ങൾ എത്തി. എവിടെ ശ്ലോകം ചെല്ലാനും ഭാഗവതവും നാരായണിയൊക്കെ എടുത്ത് വായിക്കാനും കിട്ടിയ ഭാഗ്യം അതൊന്നും ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മാതാപിതാക്കൾ തന്ന ആ പാരൻസ് വളർത്തിയതിന്റെ ഗുണം. ഇതുപോലെ നമ്മുടെ കുട്ടികളെ വളർത്തണം. ഞാൻ എൻ്റെ കുട്ടികൾക്കും ഇതുപോലെ പറഞ്ഞു കൊടുക്കാം, പഠിച്ചോളൂ. പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രതിസന്ധികളല്ല പ്രശ്നം, പ്രശ്നങ്ങളല്ല പ്രശ്നം, പരിഹാരം കാണാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് പ്രശ്നപരിഹാരങ്ങൾ ഈ പുരാണങ്ങളിൽ, ഈ യജ്ഞങ്ങളിൽ, ആചാരങ്ങളിൽ, ആഘോഷങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. അതിനെ ആസ്വദിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിവസ്തുതിയോടുകൂടി നമ്മുടെ പാദത്തിൽ ഈ വാക്കുകൾ കുസുമങ്ങളായി ആ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും പാദത്തിൽ ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം സദാശിവം. 4 ദിവസം കഴിഞ്ഞാൽ ഇനി വലിയൊരു സപ്താഹത്തിന് കയറാൻ പോവുകയാണ്. എൻ്റെ അമ്മയുടെ ഇല്ലത്ത് തന്നെയാണ് സപ്താഹം. അമ്മ പറയും എൻ്റെ മക്കളൊക്കെ എൻ്റെ ഇല്ലത്ത് വന്നിരുന്ന് ജപിക്കണമെന്ന്. ഇനി അവിടേക്ക് തന്നെയാണ് പോണേ. അമ്മയ്ക്ക് ചെയ്യുന്ന ശ്രാദ്ധകൂട്ടല എൻ്റെ കൊല്ലത്തിലൊരിക്കൽ അവിടെ ചെന്ന് സപ്താഹം നടത്തിയാൽ എൻ്റെ ശ്രാദ്ധകൂട്ടൽ കഴിഞ്ഞു. ഇങ്ങനെ കർമ്മ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ക്ഷണിച്ച മുന്നൂർ ദേവസ്വമായിട്ട് എനിക്കുള്ള ബന്ധം വലിയ ഗംഭീരമായ ബന്ധം. കാരണം എന്തെങ്കിലും ഇവിടുത്തുള്ള ആൾക്കാരൊക്കെ അന്വേഷിക്കാനും വിളിക്കാനും ഇവിടെ വന്നിരിക്കാനും വരെ സൗകര്യം ഉണ്ടാക്കിയത് മാത്രമല്ല, ഇവിടെ സൗണ്ട് സിസ്റ്റം ഒരു ഗംഭീരമായിട്ട് വെച്ചതുകൊണ്ട് പറയുമ്പോൾ ക്ഷീണം ഒട്ടും തോന്നില്ല. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും. അതുപോലെ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലിരുന്ന ആ ഭക്തവൃന്ദത്തിൻ്റെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. മമ്മിയുടെ ദേവസ്വത്തിൻ്റെ ഭാരവാഹികൾക്കും ഇവരുടെ എല്ലാവർക്കും എൻ്റെ കൈതവുമായ ഹൃദയവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ